ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്ക് ബിസിനസ് സൈക്കിൾ ഓർ ട്രേഡ് സൈക്കിൾ. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബിസിനസ് സൈക്കിൾ ഓർ ട്രേഡ് സൈക്കിൾ എന്ന് പറയും. ഇക്കണോമിക് സൈക്കിൾ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് സാധാരണ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇക്കണോമിക് സൈക്കിൾ എന്നും പറയാറുണ്ട്. നോക്കി, ബിസിനസ് സൈക്കിൾ റെഫേഴ്സ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് വെച്ചാൽ? ബിസിനസ് സൈക്കിൾ റെഫേഴ്സ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്. ഫ്ലക്ച്വേഷൻസ് മീൻസ് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ? അപ്സ് ആൻഡ് ഡൗൺസ്, ഇക്കോണമിയിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ്. ചില സമയത്ത് എന്താണ്, നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ എന്താണ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു സമയം ഉണ്ടാകും. ചില സമയത്ത് എന്താണ്, അത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസിനെ പറയുന്ന പേരാണ് എന്ത്? ബിസിനസ് സൈക്കിൾ എന്ന് പറയും. ബിസിനസ് സൈക്കിൾസ്. ഇനി ഇൻ ബിസിനസ് സൈക്കിൾ ദെയർ ആർ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ്. ഈ ബിസിനസ് സൈക്കിൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് ആണ്. ഈ അപ്സ് ആൻഡ് ഡൗൺസ് എങ്ങനെ ഒരു സർക്കുലാർ വേയിലല്ല പോകുന്നത്, പിന്നെയോ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് എന്നുവെച്ചാൽ കുറച്ച് സമയത്ത് എന്താണ്, കുറച്ച് ആ മൂവ്മെൻറ്റ് എന്താണ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും, വീണ്ടും ഇങ്ങനെ ഉയർന്നു താഴ്ന്നു പോകുന്നൊരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഇൻ ബിസിനസ് സൈക്കിൾ ദെയർ ആർ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ്. എന്തിലാണ് ഈ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്? ഇൻ ആഗ്രിഗേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം, ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ലെവൽ. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് നമ്മുടെ ഓവറാൾ നമുക്ക് പറയാൻ എന്താണ്, നമ്മുടെ ഇക്കോണമിയിലാണ്, ഇക്കണോമിക് ആക്ടിവിറ്റീസിലാണ്. പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ എന്തിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്? ആഗ്രിഗേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം, ഔട്ട്പുട്ട്, പ്രൈസ് ലെവൽ, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് സപ്ലൈ, ഇതിലൊക്കെ എന്തുണ്ടാകാറുണ്ട്? ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാറുണ്ട്. എങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ആണ്? വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ. ഇറ്റ് ഈസ് കാൾഡ് ബിസിനസ് സൈക്കിൾ ഓർ ട്രേഡ് സൈക്കിൾ. ഓക്കെ ആണല്ലോ? ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി, ഈ ബിസിനസ് സൈക്കിളിൻ്റെ പല ഫേസസ്, പല ഘട്ടങ്ങളുണ്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ആ ഭാഗത്തുനിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ, ബിസിനസ് സൈക്കിളിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ദ ബിസിനസ് സൈക്കിൾ ഈസ് ജനറലി ഡിവൈഡഡ് ഇൻറ്റു 4 phases. ദ ബിസിനസ് സൈക്കിൾ ഈസ് ജനറലി ഡിവൈഡഡ് ഇൻറ്റു 4 phases അല്ലേ? ബിസിനസ് സൈക്കിളിനെ പൊതുവെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, എക്സ്പാൻഷൻ ഓർ പ്രോസ്പെരിറ്റി ഓർ അപ്സ്വിംഗ്. അതായത് ഒന്നാമത്തെ ഫേസ് എന്താണ്? എക്സ്പാൻഷൻ ഫേസ് ആണ് അല്ലേ? അല്ലെങ്കിൽ പ്രോസ്പെറസ് ഫേസ് പ്രോസ്പെരിറ്റി ആണ്. പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും സമ്പൽ സമൃദ്ധമായിട്ടുള്ള, ഏറ്റവും പീക്കായിട്ടുള്ളൊരു സ്റ്റേജാണ്, ഏറ്റവും മികച്ച ഒരു കാലഘട്ടമാണ്. ഇക്കണോമിക്കായിട്ട് ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും അപ്സ്വിംഗ് എന്ന് പറയും, അപ്സ്വിംഗ്. ഓക്കെ, രണ്ടാമത്തെ ഫേസ് നോക്കി, റിസഷൻ. റിസഷൻ എന്താണ്? മാന്ദ്യം, സാമ്പത്തികമായിട്ട് മാന്ദ്യം ഉണ്ടാകുന്നു, റിസഷൻ. ഓർ അപ്പർ ടേണിംഗ് പോയിന്റ്. റിസഷൻ എന്ത് പറയണ്ട, അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ്? അപ്പർ ടേണിംഗ് പോയിന്റ് എന്ന് പറയാറുണ്ട്. അപ്പർ ടേണിംഗ് പോയിന്റ്. അപ്പോൾ റിസഷൻ അല്ലെങ്കിൽ എന്ത് പറയൂടെ? അപ്പർ ടേണിംഗ് പോയിന്റ് എന്ന് പറയും. റിസഷനെ നമ്മൾ പറയാറുണ്ട് അപ്പർ ടേണിംഗ്. കാരണം എന്താണ്? ഇക്കോണമിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഘട്ടമാണ്. നമ്മളതിൻ്റെ ഗ്രാഫ് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അതിനെ പറയുന്ന പേര് അപ്പർ ടേണിംഗ് പോയിന്റ്. മറ്റൊരു ടേണിംഗ് പോയിന്റ് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് അപ്പർ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസഷൻ എന്തെന്നറിയപ്പെടുന്നു? അപ്പർ ടേണിംഗ് പോയിന്റ് എന്നും അറിയപ്പെടുന്നു. മൂന്നാമത്തെ ഫേസ് നോക്കി, കോൺട്രാക്ഷൻ ഓർ ഡിപ്രഷൻ. കോൺട്രാക്ഷൻ അല്ലേ? വളരെ ചുരുങ്ങുന്നു. കോൺട്രാക്ഷൻ ഓർ ഡിപ്രഷൻ. എന്തിലേക്ക് പോകുന്നു? ഡിപ്രഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇക്കോണമി കുറച്ച് കാലഘട്ടം എക്സ്പാൻഷനിൽ നിൽക്കുന്നു. അത് ത്രൂ ഔട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയില്ല. എക്സ്പാൻഷൻ കഴിഞ്ഞതിന് ശേഷം എന്തിലേക്ക് വരും? ഇക്കോണമി കുറേ റിസഷനിലേക്ക് വരാം. ആ റിസഷനിൽ നിന്ന് എങ്ങോട്ട് പോകാം? ഡിപ്രഷനിലേക്ക് വരാം. എന്ന് വെച്ചാൽ സാമ്പത്തിക തകർച്ചയുടെ കാലഘട്ടം അല്ലേ? ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷനൊക്കെ നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ 1929 എവിടെ ആരംഭിച്ചു? USA ആരംഭിച്ച ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ. അതിനൊരു എക്സാമ്പിളാണ് സാമ്പത്തിക തകർച്ച അല്ലേ? മഹത്തായ സാമ്പത്തിക മാന്ദ്യം. ഇതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ നോക്കി, ആ ഡിപ്രഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അമേരിക്കയിൽ 1929 അല്ലെങ്കിൽ 1930s എന്തുണ്ടായി? ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു? ഇക്കോണമി വീണ്ടും എന്ത് ചെയ്തു? റിവൈവ് ചെയ്ത് ഇന്ന് കാണുന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. അതാണ് റിവൈവൽ ഓർ റിക്കവറി. റിവൈവൽ ഓർ
റിക്കവറി ഓർ ലോവർ ടേണിംഗ് പോയിന്റ് എന്ന് പറയും. ലോവർ ടേണിംഗ് പോയിന്റ്, അതും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം വീണ്ടും നമ്മൾ എങ്ങോട്ട് തിരിച്ചു പോകും? എക്സ്പാൻഷനിലേക്ക്, പ്രോസ്പെരിറ്റിയിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് അതിനെന്തെന്ന് പറയും? റിവൈവൽ ഓർ റിക്കവറി ഓർ ലോവർ ടേണിംഗ് പോയിന്റ്. അപ്പോൾ റിവൈവലിനെ അറിയപ്പെടുന്ന എന്താണ്ടേ? ലോവർ ടേണിംഗ് പോയിന്റ് എന്നറിയപ്പെടും. ലോവർ ടേണിംഗ് പോയിന്റ് മറ്റൊരു ടേണിംഗ് പോയിന്റ് ആണത്. അപ്പോൾ നോക്ക്, there are 4 phases of business cycle. ബിസിനസ് സൈക്കിളിന് 4 ഘട്ടങ്ങളുണ്ട്. എക്സ്പാൻഷൻ ഓർ പ്രോസ്പെരിറ്റി ഓർ അപ്സ്വിംഗ്. സെക്കൻഡ് വൺ റിസഷൻ ഓർ അപ്പർ ടേണിംഗ് പോയിന്റ്. തേർഡ് വൺ കോൺട്രാക്ഷൻ ഓർ ഡിപ്രഷൻ. ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യമാണ് മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഫേസ് എന്താണ്? റിവൈവൽ ഓർ റിക്കവറി ഓർ ലോവർ ടേണിംഗ് പോയിന്റ്. ഇതാണ് 4 ഫേസസ് എന്ന് പറയുന്നത്, 4 ഘട്ടങ്ങൾ, ബിസിനസ് സൈക്കിളിൻ്റെ 4 ഘട്ടങ്ങൾ. ഇതിലൂടെയാണ് ഒരു വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ, അല്ലെങ്കിൽ ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഇക്കോണമി ഫ്ലോ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ദീസ് ഫേസസ് ആർ റെക്കറന്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം, നോട്ട് ചെയ്തോണം. ദീസ് ഫേസസ് ആർ റെക്കറന്റ്. ഈ ഫേസസ് എന്ന് പറയുന്നത് എന്താണ്? റെക്കറന്റ് ആണ്. റെക്കറന്റ് ആണ് മീൻസ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, അല്ലേ? ആവർത്തിച്ച് വരും. ഈ ഫേസസ് എന്താണ്? ഒരു എക്സ്പാൻഷൻ ഉണ്ടായി, അതിനുശേഷം റിസഷനിലേക്ക്, ഡിപ്രഷനിലേക്ക്, അതുപോലെ റിവൈവലിലേക്ക് പോകുന്നു. ആ ഒരു സൈക്കിൾ പൂർത്തിയാകുമ്പോൾ വീണ്ടും എന്തിലേക്ക് വരാം? വീണ്ടും ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്തിലേക്ക് പോകാം? ആ ബൂം സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ പ്രോസ്പെറസ് സ്റ്റേജിലേക്ക് പോകാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്? റെക്കറന്റ്. ഇത് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും, മാറിയും തിരിഞ്ഞും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആൻഡ് യൂണിഫോം. അതുപോലെ എന്താണ്? യൂണിഫോം ആണ്. ഒരു സ്റ്റേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു എക്സ്പാൻഷൻ ഉണ്ടായാൽ, കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ഒരു എക്സ്പാൻഷൻ ഉണ്ടായാൽ ആ എക്സ്പാൻഷൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും പുതുതായിട്ടുണ്ടാകുന്ന എക്സ്പാൻഷൻ ഉണ്ടാവുക. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടായാൽ ആ ഡിപ്രഷൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് വീണ്ടും വരുന്ന ഡിപ്രഷൻ ഉണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഫേസസ് റെക്കറന്റ് ആണ്, ആവർത്തിക്കുന്നതാണ്. അതുപോലെ ഓരോ ഫേസസിൻ്റെയും ഫീച്ചേഴ്സ് എന്താണ്? യൂണിഫോം ആണ്, ഒരുപോലെയാണ്. മനസ്സിലായല്ലോ? ഓരോ ഫേസസിൻ്റെ, അല്ല 4 ഫേസും കൂടി യൂണിഫോം എന്നല്ല പറയുന്നത്. ഓരോ ഫേസ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ്? റിസഷനിലാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇക്കോണമി വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം റിസഷനിലേക്ക് വന്നെന്ന് കരുതുക. അപ്പോൾ ഇപ്പോഴുണ്ടായ ആ റിസഷൻ്റെ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും പിന്നീടും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യൂണിഫോം ആണ്, ഒരുപോലെ ആയിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നോ ഫേസസ് ഹാവ് ഡെഫിനിറ്റ് പീരിയോഡിസിറ്റി. ഒരു ഫേസസിനും എന്തില്ല? നോ ഫേസസ് ഹാവ് ഡെഫിനിറ്റ് പീരിയോഡിസിറ്റി. ഒരു ഫേസസിനും എന്തുണ്ടാവുകയില്ല? കൃത്യമായിട്ടുള്ള എന്തൊരു പീരിയോഡിസിറ്റി ഇല്ല, ഒരു കാലയളവില്ല. ഇപ്പോൾ ബൂം ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രോസ്പെർ സ്റ്റേജ് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ഇക്കോണമി ഇപ്പോൾ പീക്കിൽ നിൽക്കുന്നു, അപ്പോൾ അത് ഇത്ര മാസം മുതൽ ഇത്ര മാസം വരെ, അല്ലെങ്കിൽ ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ, അങ്ങനെ ഒരു പീരീഡ് ഇല്ല, ഒരു പീരിയോഡിസിറ്റി ഇല്ല. നമുക്കത് ആ പീരിയോഡിസിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ചിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെന്തില്ല? ഒരു ഡെഫിനിറ്റ് പീരിയോഡിസിറ്റി ഇല്ല. ഓർ ടൈം ഇൻ്റർവെൽ. അതാണ് പറയുന്നത് ടൈം ഇൻ്റർവെൽ, അല്ലെങ്കിൽ പറയാൻ എന്താണ്? ടൈം ഇൻ്റർവെൽ ഇല്ല, അല്ലേ? ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദീസ് ഫേസസ് ആർ റെക്കറന്റ് ആൻഡ് യൂണിഫോം. ഈ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ 4 ഫേസസ് എന്താണ്? റെക്കറന്റ്, ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഓരോ ഫേസിൻ്റെയും ഫീച്ചേഴ്സ് എന്തോ യൂണിഫോം ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബട്ട് നോ ഫേസസ് ഹാസ് ഡെഫിനിറ്റ് പീരിയോഡിസിറ്റി. ഒരു ഫേസിനും എന്തില്ല? കൃത്യമായിട്ടുള്ള ഒരു പീരിയോഡിസിറ്റിയിൽ ഒരു കാലയളവില്ല. അത് എത്ര വേണമെങ്കിലും ആകാം. ചിലപ്പോൾ ഒരു 3 മാസം എന്താണ് എക്സ്പാൻഷണറി സ്റ്റേജ് ആകാം. അത് കഴിഞ്ഞിട്ട് റിസഷൻ ചിലപ്പോൾ എന്താണ് ഒരു 5 മാസമോ 1 വർഷമോ നിന്ന് വരാം. അങ്ങനെ എന്താണ് ഒരു കൃത്യമായൊരു പീരിയോഡിസിറ്റി ഇല്ല. അതുപോലെ എന്താണ് ടൈം ഇൻ്റർവെല്ലും ഇല്ല, ഒരു കൃത്യമായിട്ടൊരു ഇടവേളയില്ല, അല്ലെങ്കിൽ ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇതിങ്ങനെ 4 ഫേസും വന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ബിസിനസ് സൈക്കിളിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് നോക്കുക, അതിൻ്റെ ഗ്രാഫാണ്. ആ ബിസിനസ് സൈക്കിളിൻ്റെ ഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയേ, എന്താണ് എക്സ് ആക്സിൽ ടൈം പീരീഡ്. കാര്യം ഓരോ കാലഘട്ടത്തിലല്ലേ ഇത് വരുന്നത്, ടൈം പീരീഡ് ആണ് ടൈം. വൈ ആക്സിൽ എന്താണ്? ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് ആക്ടിവിറ്റിയിലാണ് ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്സ് ആക്സിൽ ടൈം പീരീഡ്, വൈ ആക്സിൽ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അപ്വേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇക്വിലിബ്രിയം പാത്ത്. ഇതെന്താണ്? ഇക്വിലിബ്രിയം പാത്ത്, അതായത് ഇക്കോണമിയിലെ സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റഡി ഇക്കണോമിക് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. ഇക്കോണമിയിൽ ഇപ്പോൾ എന്താണ്? സ്റ്റഡി ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് അൺഎംപ്ലോയ്മെൻ്റ് ഒന്നുമില്ല. ഇക്കോണമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുള്ളി റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇക്കോണമി ഏത് ലൈനിലായിരിക്കും? നമ്മൾ ഈ വരച്ച ഇ എന്ന ലൈനിലായിരിക്കും. അതാണ് സ്റ്റഡി ഇക്കണോമിക് ഗ്രോത്ത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പാത്ത് എന്ന് പറയും. ഇക്വിലിബ്രിയം പാത്ത് എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഇക്കോണമി പോകുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ഇനി നമ്മുടെ 4 ഘട്ടങ്ങൾ നോക്കി, ഇതാ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് കണ്ടല്ലോ. ഇതാണ് ഈ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ. ഇതാ റിക്കവറി അല്ലേ. ഇതാ റിക്കവറി എന്ന് വെച്ചാൽ ഇക്കോണമി എന്താണ്, ഡിപ്രഷനിൽ നിന്നും എന്തിലേക്ക് പോവുകയാണ്, റിക്കവറി. അതായത് ഇക്കോണമി അതിനെ ഓവർകം ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. ഇതാ ഈ സ്റ്റേജ് കണ്ടോ, പീക്ക് സ്റ്റേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പീക്കാണ്. നോക്കിയേ, ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള സ്റ്റേജാണ് പീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൂം എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും ഇവിടെ, ബൂം എന്ന് പറയും. ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള സ്റ്റേജിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ബൂം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പീക്ക് ഓർ ബൂം എന്ന് അറിയപ്പെടുന്നു. പീക്ക് അല്ലെങ്കിൽ എന്തെന്നറിയപ്പെടുന്നു, ബൂം എന്ന് വിളിക്കുന്നു. ബൂം, പീക്ക് ഓർ ബൂം എന്ന് അറിയപ്പെടുന്നു. ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള സ്റ്റേജ്. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഇനി പറയുന്നുണ്ട്, ഓരോ സ്റ്റേജിൻ്റെയും ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഏറ്റവും, അതായത് ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയുന്നത് പീക്ക് ഓർ ബൂം എന്ന് പറയുന്നത്. കാരണം ഇക്കോണമി എല്ലാത്തിനെയും ഓവർകം ചെയ്ത് ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള സ്റ്റേജാണ് ബൂം എന്ന് പറയുക, അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുക. അപ്പോൾ കുറേ കാലം എന്ത് ചെയ്തു, ഇക്കോണമി ഹൈ ലെവലിൽ നിൽക്കുന്നു. അതിങ്ങനെ തുടർന്ന് പോകില്ല. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എന്തിലേക്ക് വരും, അത് ഇക്കോണമി റിസഷനിലേക്ക് വരുമെന്നാണ് പറയുന്നത്. മാന്ദ്യമുണ്ടാകും, ഇക്കോണമിയിൽ മാന്ദ്യമുണ്ടാകും. കാരണം എന്താണ്, ഒരു ഹൈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ എല്ലാവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും, ഡിമാൻഡ് കുറഞ്ഞെന്ന് വരാം. ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് അവിടെ, അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞെന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിലേക്ക് വരും, റിസഷനിലേക്ക് വരും, മാന്ദ്യമുണ്ടാകും, ഇക്കണോമിക് റിസഷൻ. ഇക്കണോമിക് റിസഷൻ ഉണ്ടാകുമ്പോൾ ആളുകളുടെ എന്താണ്, ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും, പെസിമിസം ഉണ്ടാകും അല്ലേ. ഓപ്റ്റിമിസം, പെസിമിസം അറിയാലോ എന്താണ്, ഒരു പെസിമിസം എന്ന് വെച്ചാൽ അശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ഇപ്പോൾ ഇക്കോണമിയിൽ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, കാരണം ഇക്കോണമിയിൽ ഇപ്പോൾ ഒരു ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റിസഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകില്ല. കുറേ പേര് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പോൾ പുതുതായിട്ട് ആരും വരുന്നില്ല. അങ്ങനെ എന്താണ്, ഇക്കോണമി റിസഷനിലേക്ക് വരുന്നു. ആ റിസഷൻ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് ആ റിസഷൻ വളരെ എന്താണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് എന്തിലേക്ക് ഇക്കോണമി വരും, ഡിപ്രഷനിലേക്ക് വരാം. ഇക്കോണമി ഏറ്റവും അല്ലേ വാസ്റ്റായിട്ടുള്ള സിറ്റുവേഷൻ, ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷനിലായി എന്തിലേക്ക് വരാം, ഇക്കോണമി ഡിപ്രഷനിലേക്ക് വരുന്നു. അപ്പോൾ പീക്കിൽ നിന്ന് റിസഷൻ, റിസഷനിൽ നിന്ന് ഡിപ്രഷനെ നമുക്ക് ട്രഫ് എന്ന് വിളിക്കാം. ട്രഫ്, അതിൻ്റെ മറ്റൊരു പേരെന്താണ്, ട്രഫ്. ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് ട്രഫ്, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് പീക്ക് എന്ന് പറയുന്നത്. ഇനി നോക്ക് അടുത്ത, അതിൽ കുറേ കാലം എന്താണ്, ഡിപ്രഷനിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നു അല്ലേ. ഓരോ രാജ്യങ്ങളിലെയും ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യുന്നു. അവരെന്താണ്, ഗവൺമെൻറ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ വീണ്ടും ഒരു കോൺഫിഡൻസ് വരുന്നു അല്ലേ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു, ഹ്യൂജ് എമൗണ്ട് ഇക്കോണമിയിലേക്ക് ആര് ഇഞ്ചക്ട് ചെയ്തു, അവിടുത്തെ ഗവൺമെൻറ് ഇഞ്ചക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, വീണ്ടും ഒരു നേരത്തെ നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട, ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് ആര് വീണ്ടെടുക്കുന്നു, ഇൻവെസ്റ്റേഴ്സ് വീണ്ടെടുക്കുന്നു. വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു, ഇൻകം ഉണ്ടാകുന്നു, ഡിമാൻഡ് ഉണ്ടാകുന്നു. അങ്ങനെ ഇക്കോണമി എന്തിലേക്ക് പോകുന്നു, റിക്കവറിയിലേക്ക് പോകുന്നു. വീണ്ടും എന്തിലേക്ക്, പീക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇക്കോണമിയിൽ. അത് കൃത്യമായിട്ട് നമുക്ക് കാലയളവൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ്, ഇതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുക. ഓക്കെ, നോക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ പീക്ക് ഓർ പ്രോസ്പെരിറ്റി ഫേസ് ലീഡ് ദ ഇക്കോണമി ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, പീക്ക് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഫേസ് അല്ലെങ്കിൽ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഘട്ടം, ലീഡ് ദ ഇക്കോണമി ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്, പഠിക്കേണ്ട പോയിന്റാണ്. പീക്ക് സ്റ്റേജിൽ എന്താണ് പ്രത്യേകത, ഇക്കോണമി എന്തിലേക്ക് നയിക്കുന്നു, ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നു. ഇക്കോണമിയെ ഫുൾ എംപ്ലോയ്മെൻറ്റ്, നമ്മൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ റിസോഴ്സ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ലേബേഴ്സിനെയും റോ മെറ്റീരിയൽസിനെയും മിനറൽസ് എന്ന് വേണ്ട എല്ലാ റിസോഴ്സും എന്ത് ചെയ്യപ്പെടുന്നു, ക്യാപിറ്റൽ എല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ഒന്നും ഐഡിലായിട്ടുള്ള, എന്നും വേസ്റ്റ് ആക്കപ്പെടുന്നില്ല. അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല, ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നോക്ക്, ആൻഡ് ഇറ്റ് ഇൻഫ്ലേഷണറി. അതെന്തിലേക്ക് നയിക്കുന്നു, ഇൻഫ്ലേഷണറി റൈസ് ഇൻ പ്രൈസസ് അല്ലേ. ഇതെന്തിലേക്ക് നയിക്കുന്നു, ഇൻഫ്ലേഷണറി റൈസ് ഇൻ പ്രൈസസ്. ഇത് ഇക്കോണമി എന്തിലേക്ക് കൊണ്ടുപോകുന്നു, ഇൻഫ്ലേഷണറി റൈസ് ഇൻ പ്രൈസസ്. എന്താ കാര്യം, എന്താണ്, അഗ്രഗേറ്റ് ഡിമാൻഡൊക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. കാരണം എല്ലാവർക്കും ഓവർ കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഡിമാൻഡ് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്നു. കാരണം ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, എല്ലാവർക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ എന്താണ്, ഡിമാൻഡ് വളരെയധികം കൂടുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത്, പ്രൈസ് എന്ത് ചെയ്യും,
ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. എസെൻഷ്യൽ ഗുഡ്സിന്റെ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നതിനെ പറയുന്ന പേരെന്താണ്, ഇൻഫ്ലേഷൻ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടാകും, ഇൻഫ്ലേഷണറി റൈസ് ഇൻ പ്രൈസസ്, ഇൻഫ്ലേഷണറി റൈസ്. അപ്പോൾ പീക്ക് എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും സുഖമുള്ള ഒരു ഘട്ടമല്ല, അത് മനസ്സിലാക്കുക. സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെ, ലോവർ ക്ലാസ്സിനെ സംബന്ധിച്ച്, പൂറായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തല്ല, ഒരു മികച്ച സ്റ്റേജ് അല്ല ഏത് പീക്ക് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഫുൾ എംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇൻഫ്ലേഷണറി റൈസ് ഇൻ പ്രൈസസ്, അവശ്യ സാധനങ്ങളുടെ വില എന്ത് ചെയ്യും, വളരെയധികം കൂടും. അപ്പോൾ അത് ആരെ അഫക്റ്റ് ചെയ്യും, സാധാരണക്കാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി നോക്ക്, ഇൻ ദിസ് ഫേസ് price of the commodities continuous അല്ലെ റൈസ് കണ്ടിന്യൂസ്ലി. ഇൻ ദിസ് ഫേസ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് റൈസ് കണ്ടിന്യൂസ്ലി. ഈ ഘട്ടത്തിൽ സാധനങ്ങളുടെ വില കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് പ്രത്യേകത, പീക്ക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പ്രോസ്പെറസ് സിറ്റുവേഷനിൽ എന്താണ് പ്രത്യേകത, അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു, അതുപോലെ ഇൻഫ്ലേഷണറി റൈസ് ഉണ്ടാകുന്നു. ക്ലിയർ ആണല്ലോ, അത് പീക്ക് സിറ്റുവേഷൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അങ്ങനെ എന്താണ്, ഇൻഫ്ലേഷണറി റൈസ് ഉണ്ടാകുന്നു, അവശ്യ സാധനങ്ങളുടെ വില ഹൈപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നു. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്ന സമയത്ത് അത് ഇക്കോണമിയിൽ എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറയ്ക്കുന്നു. കാരണം ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ എന്താണ്, എക്സസ് സപ്ലൈ ഉണ്ടാകും. കാര്യം ഇവിടെ ഈ സ്റ്റേജിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇൻഫ്ലേഷൻ ഉണ്ടായപ്പോൾ അവശ്യ സാധനങ്ങളുടെ വില കൂടി. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഡിമാൻഡ് കുറയും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സാധനങ്ങൾ എക്സസ് സപ്ലൈ ഉണ്ടാകും. ആഗ്രിഗേറ്റ് സപ്ലൈ കൂടും. ആഗ്രിഗേറ്റ് സപ്ലൈ കൂടുമ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വരും, സാധനങ്ങൾ കെട്ടിക്കിടക്കും അല്ലേ, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കെട്ടിക്കിടക്കും. അങ്ങനെ വരുമ്പോൾ അവർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കും, അല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നിലയിലേക്ക് വരും. അങ്ങനെ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ എന്ത് സംഭവിക്കും, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു, തൊഴിലാളികൾ അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുന്നു, ലേബേഴ്സ് അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുന്നു, അവരുടെ വരുമാനം കുറയുന്നു. അങ്ങനെ ഇക്കോണമി എന്തിലേക്ക് പോകുന്നു, റിസഷനിലേക്ക് പോകുന്നു. അതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. നോക്ക്, ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ആർ ദ സിംറ്റംസ് ഓഫ് ദ എൻഡ് ഓഫ് ദ പ്രോസ്പെരിറ്റി ഫേസ്. അപ്പോൾ ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെ, അമിതമായിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റ് വേണം, പക്ഷേ അമിതമായിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റും അതുപോലെ ഇൻഫ്ലേഷനും ആർ ദ സിംറ്റംസ് ഓഫ് ദ എൻഡ് ഓഫ് ദ പ്രോസ്പെരിറ്റി ഫേസ്. അങ്ങനെ ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്തുമ്പോൾ, ഓവർ ഫുൾ എംപ്ലോയ്മെന്റും അതുപോലെ ഇൻഫ്ലേഷനും അതിന്റെ ഹൈപ്പിൽ എത്തുമ്പോൾ അത് എന്തിന്റെ സിംറ്റം ആയിട്ടാണ് അവർ സൂചിപ്പിക്കുന്നത്, ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് ദ എൻഡ് ഓഫ് ദ പ്രോസ്പെരിറ്റി ഫേസ്. എന്തിന്റെ എൻഡ് ആയിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്, പ്രോസ്പെരിറ്റി ഫേസിന്റെ എൻഡ് ആണത് അല്ലെ, പീക്ക് സിറ്റുവേഷന്റെ അവസാനമായിട്ട് മാറുന്നു. ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ റിസഷൻ, അവിടെ എന്താരംഭിക്കുന്നു, റിസഷന് തുടക്കം കുറിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇൻഫ്ലേഷണറി പ്രഷറും ഓവർ ഫുൾ എംപ്ലോയ്മെന്റും ഇക്കോണമി എന്തിലേക്ക് പിന്നീട് നയിക്കുന്നു, റിസഷനിലേക്ക് നയിക്കുന്നു, മാന്ദ്യത്തിലേക്ക് നയിക്കുന്നു. ഇനി ഡ്യൂറിംഗ് റിസഷൻ, മാന്ദ്യമുണ്ടാകുന്ന സമയത്ത് പ്രോഫിറ്റ് മാർജിൻസ് ഡിക്ലൈൻ, പ്രോഫിറ്റ് കുറയുന്നു അല്ലെ, ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഫേംസിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെ പ്രോഫിറ്റ് കുറയുന്നു. ആൻഡ് ഫേംസ് റെഡ്യൂസ് പ്രൊഡക്ഷൻ, ഫേംസ് എന്ത് കുറയ്ക്കുന്നു, പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു, ഉൽപാദനം കുറയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടി നിൽക്കുകയാണ്, കാരണം ഡിമാൻഡ് ഇല്ല, സപ്ലൈ കൂടും, അപ്പോൾ അവർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. സം ഫേംസ് ക്ലോസ് ഡൗൺ അല്ലേ, ചില സ്ഥാപനങ്ങൾ അവർ അടച്ചുപൂട്ടുന്നു. ഇൻവെസ്റ്റ്മെന്റ്, ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, ഇൻകം, ഡിമാൻഡ് ആൻഡ് പ്രൈസസ് ഡിക്ലൈൻ ഫർദർ അല്ലേ. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, കാരണം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു, അതുപോലെ ഉള്ള സ്ഥാപനങ്ങൾ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, അതുപോലെ ഔട്ട്പുട്ട് കുറയുന്നു, പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, ഇൻകം കുറയുന്നു, തൊഴിലില്ലെങ്കിൽ വരുമാനമില്ലല്ലോ, തൊഴിൽ കുറയുന്നു, ഡിമാൻഡ് കുറയുന്നു, വരുമാനമില്ലെങ്കിൽ ഡിമാൻഡ് ഇല്ല, ഡിമാൻഡ് കുറയുന്നു. ആൻഡ് പ്രൈസസ് ഡിക്ലൈൻ ഫർദർ, സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു, വീണ്ടും കുറയുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കുറയുമ്പോൾ ഇത് പ്രൊഡ്യൂസേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. ദിസ് പ്രോസസ് ബിക്കംസ് ക്യുമുലേറ്റീവ്. ഈ പ്രോസസ് എന്താണ്, ക്യുമുലേറ്റീവ് ആയി മാറുന്നു. ക്യുമുലേറ്റീവ് മീൻസ് അഡിറ്റീവ് ആയിട്ട് ഇത് ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു, ക്യുമുലേറ്റീവ് ആയിട്ട് മാറുന്നു. ചില നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ സിവിയർ ആയിട്ട് മാറുന്നു, കടുത്തതായിട്ട് മാറുന്നു. ആൻഡ് ലീഡ്സ് ടു ഡിപ്രഷൻ, അതെന്തിലേക്ക് കൊണ്ട് ചെന്ന് വിടും, ഡിപ്രഷനിലേക്ക്. ഈ റിസഷനിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൂടുതൽ സിവിയർ ആയിട്ട് മാറി എന്തിലേക്ക് മാറുന്നു, അത് എന്തിലേക്ക് വഴി മാറുന്നു, ഡിപ്രഷനിലേക്ക് മാറുന്നു. നമ്മൾ ഗ്രാഫിൽ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷനിലേക്ക് റിസഷൻ മാറി അത് എന്തിലേക്ക് വരുന്നു, ഏറ്റവും സിവിയർ ആയിട്ടുള്ള പൊസിഷനായിട്ടുള്ള ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ട്രഫിലേക്ക് കൊണ്ട് ചെന്ന് വിടുന്നു. ഡ്യൂറിങ് ഡിപ്രഷൻ, എന്താണ് ഡിപ്രഷൻ സമയത്ത്, ദർ ഈസ് മാസ് അൺഎംപ്ലോയ്മെന്റ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ഡ്യൂറിങ് ഡിപ്രഷൻ ദർ ഈസ്
മാസ് അൺഎംപ്ലോയ്മെന്റ്, വലിയ തോതിൽ കൂട്ടത്തോടു കൂടി എന്തുണ്ടാകുന്നു? ഇക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു, വലിയ തോതിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു. കാരണം സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി. എക്സാമ്പിൾ ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. അമേരിക്കയിൽ ആ സമയത്ത് സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി. അമേരിക്കയിൽ തുടക്കത്തിൽ ഗ്രേറ്റ് ഡിപ്രഷന്റെ തുടക്കത്തിൽ വെറും 3% ഉണ്ടായിരുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഗ്രേറ്റ് ഡിപ്രഷന്റെ പീക്ക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഘട്ടത്തിൽ 25% ആയിട്ടാണ് അവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉയർന്നത്. 3% അമേരിക്കയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയായിട്ട് വർദ്ധിച്ചു? 25% ആയിട്ട്. ഏത് സമയത്താണ്? ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ സമയത്ത്. അത് തന്നെ അറിയാം, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റും, there is mass unemployment in the economy. ഇക്കോണമിയിൽ എന്തുണ്ടാകുന്നു? ഡിപ്രഷൻ സമയത്ത് വലിയ തോതിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ പക്ഷേ പീക്ക് സിറ്റുവേഷൻ എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്, ഇൻഫ്ലേഷണറി പ്രഷറാണ്. എന്നാൽ ഡിപ്രഷൻ സമയത്ത് എന്ത്? മാസ് അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ ഡീഫ്ലേഷൻ ഉണ്ടാകുന്നു, പണച്ചുരുക്കം ഉണ്ടാകുന്നു. ആളുകളുടെ കയ്യിലൊന്നും പൈസയില്ല, വരുമാനമില്ലാത്ത അവസ്ഥ, സാധനങ്ങളുടെ വില വലിയ തോതിൽ കുറയുന്നു, പക്ഷേ വാങ്ങാൻ എന്തില്ല? പൈസയില്ല. ഡീഫ്ലേഷൻ ഉണ്ടാകും ഡിപ്രഷൻ സമയത്ത്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള 4 സ്റ്റേജസും ആ സ്റ്റേജസിൻ്റെ ഫീച്ചേഴ്സ്. അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട സ്റ്റേജസ് എന്ന് പറയുന്നത് പീക്കും ഡിപ്രഷനുമാണ്. ഓക്കെ ആണല്ലോ? ഡിപ്രഷൻ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇക്കോണമി വീണ്ടും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇക്കോണമിയിലേക്ക് ആര് കൂടുതൽ പണം? ഗവൺമെൻറ് കൂടുതൽ പണം ഇഞ്ചക്ട് ചെയ്യും. വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ റിവൈവലിലേക്ക് വരും. റിവൈവലിൽ നിന്ന് എന്തിലേക്ക് പോകും? തിരിച്ച് പീക്കിലേക്ക് പോകും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു? ഈ ബിസിനസ് സൈക്കിൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് എന്തുകൊണ്ടുണ്ടാകും? ഓക്കെ, നോക്ക്. ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 2 ഹെഡ്സ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമുക്ക് 2 ഹെഡിങ്സിലൂടെ തരംതിരിക്കാം. ഓക്കെ, ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, 2 ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ കോസസ് ഓഫ് ബിസിനസ് സൈക്കിളിനെ നമുക്ക് 2 ഹെഡിങ്സിലൂടെ തിരിക്കാം. ഏതൊക്കെയാണത്? ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടർ, മറ്റൊന്ന് ഇന്റേണൽ ഫാക്ടർ. ക്ലിയർ അല്ലേ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. വാർസ്, യുദ്ധങ്ങൾ അല്ലേ? യുദ്ധം ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ അത് ഇക്കോണമി അഫക്റ്റ് ചെയ്യും. അതുപോലെ സൺസ്പോട്സ് എന്ന് വെച്ചാൽ സിവിയർ ഡ്രോട്ട് അല്ലേ? അതുപോലെ എന്താണ്? ക്ഷാമം ഉണ്ടാകുന്നു, ഡ്രോട്ട് ഉണ്ടാകുന്നു, വരൾച്ച ഉണ്ടാകുന്നു. അതാണ്. റവല്യൂഷൻസ്, ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? ഇപ്പോൾ നമ്മുടെ മണിപ്പൂർ പ്രശ്നം പോലുള്ള അതൊക്കെ എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അല്ലേ? മണിപ്പൂരിലും അതുപോലെ എന്താ മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലല്ലേ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ എന്താണ്? ഇക്കോണമിയുടെ ആഭ്യന്തര സമ്പത്ത് വ്യവസ്ഥ, ആ സ്റ്റേറ്റുകളുടെ ആഭ്യന്തര സമ്പത്ത് വ്യവസ്ഥയെ ബാധിക്കും. ഇനി ഇന്ത്യയിൽ ഒരു 3-4 സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിക് ആക്ടിവിറ്റിയെ പൊതുവിൽ അത് ബാധിക്കും അല്ലേ? ഇപ്പോൾ വാറിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനെ? ഉക്രൈനെ വലിയ രീതിയിൽ അവരുടെ ആഭ്യന്തര സമ്പത്ത് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിച്ചു. അവർ ഡിപ്രഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം. അതുപോലെ എന്താണ്? റവല്യൂഷൻസ്, വിപ്ലവങ്ങൾ, പൊളിറ്റിക്കൽ ഈവൻസ്, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, പൊളിറ്റിക്കൽ ഈവൻസ് അല്ലേ? ഇപ്പോൾ അമേരിക്കയിൽ എന്താണ്? അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിൽ, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ മനസ്സിലാവും, അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വക്കിലാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്. കാരണം എന്താണ്? ട്രംപിൻ്റെ നയങ്ങൾ. കാരണം അവർ രാഷ്ട്രീയ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഈവൻസ് സംഭവിക്കാം. അതുപോലെ പിന്നെന്താണ്? ഭരണമാറ്റം സംഭവിക്കുമ്പോഴൊക്കെ ഇതുപോലെ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. ഇനി ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അത് ബിസിനസ് സൈക്കിളിൻ്റെ കാരണമാകുന്നു. മൈഗ്രേഷൻ, കുടിയേറ്റം, ആളുകൾ വലിയ തോതിൽ എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്യുന്നു. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോഴും എന്തുണ്ടാകാം? അത് ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യാം. അത് വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻസിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് ഈ പിന്നെ ഇമിഗ്രൻസിനെയൊക്കെ ആര് തിരിച്ചയച്ചിട്ടുണ്ട്? ട്രംപ് തിരിച്ചുവിട്ടത് അതുകൊണ്ടാണ്. കാരണം അവർ ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിൽ വലിയ തോതിൽ കുടിയേറ്റം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? ഈ പറയുന്ന മൈഗ്രേഷനെ തടയിടാൻ വേണ്ടിയാണ് ഒരുപാട് പേര് ഇന്ത്യക്കാരെയൊക്കെ ചങ്ങലയിട്ട് തിരിച്ചയച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അപ്പോൾ ഇതാണ്, അത് ഇക്കോണമി അഫക്റ്റ് ചെയ്യും. അത് ഇക്കോണമിയിൽ എന്താണ്? അപ്സ് ആൻഡ് ഡൗൺസിന് കാരണമാകും. അതുപോലെ ടെക്നോളജിക്കൽ ഷോക്സ്. ഇപ്പോൾ ടെക്നോളജിക്കൽ ഷോക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇക്കോണമിയിൽ നമ്മൾ ഇന്നോവേഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ അതെന്താണ്? ഇക്കോണമിയിലെ ഇന്ത്യയിലേക്ക് പ്രോസ്പെറസ് സ്റ്റേജിലേക്ക് നയിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിൽ എന്താണ്? ഒബ്സല്യൂട്ട് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്ഡേറ്റഡ് ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇക്കോണമി എന്തിലേക്ക്? റിസഷനിലേക്ക് നയിക്കാം. ഇതൊക്കെയാണ് ടെക്നോളജിക്കൽ ഷോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ വാർസ്, സൺസ്പോട്സ്, റവല്യൂഷൻസ്, പൊളിറ്റിക്കൽ ഈവൻറ്റ്സ്, ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ, മൈഗ്രേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ഷോക്സ്. ദീസ് ആർ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് cause business cycle അല്ലെങ്കിൽ that leads to wave like fluctuations in economy. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇന്റേണൽ ഫാക്ടേഴ്സിലേക്ക് പോവുകയാണ്. ഇന്റേണൽ ഫാക്ടേഴ്സ്
രാജ്യത്തിനകത്ത് ഇക്കോണമി, വിത്തിൻ്റെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ബാങ്ക് ക്രെഡിറ്റ്, ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതുകൊണ്ടാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ബാങ്ക് ക്രെഡിറ്റ്, ബാങ്ക് വായ്പ. രണ്ട് ഓവർ സേവിങ് ഓർ അണ്ടർ കൺസംഷൻ. ഓവർ സേവിങ്, അമിതമായിട്ട് സേവ് ചെയ്യുന്ന ആളുകൾ അല്ലേ, അപ്പോൾ എന്ത് സംഭവിക്കും? കൺസംഷൻ കുറയും. അണ്ടർ കൺസംഷൻ കുറയും. കൺസംഷൻ കുറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, ഇൻകം കുറയും. അപ്പോൾ ഇക്കോണമിയിൽ റിസഷൻ ഉണ്ടാകാം. അതാണ് ഓവർ സേവിങ്, അണ്ടർ കൺസംഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓവർ ഇൻവെസ്റ്റ്മെന്റ്, അമിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, പൈസ എല്ലാവരും എന്ത് ചെയ്യുന്നു? അമിതമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അതിനനുസരിച്ച് ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ടാകണമെന്നില്ല. ഓവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും അത് ഇക്കോണമിയെ ബാധിക്കും. കോമ്പറ്റീഷൻ, ഇക്കോണമിയിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, അത് ഇക്കണോമിക് അപ്സ് ആൻഡ് ഡൗൺസിന് ചിലപ്പോൾ കോമ്പറ്റീഷൻ എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ അത് ഇക്കോണമിയിൽ എന്താണ്? ഗ്രോത്ത് ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ തന്നെ എന്താണ്? സ്ഥാപന ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് അതുപോലെ കാറുകൾ, പിന്നെ മൊബൈലുകൾ, ഈ കമ്പനികളൊക്കെ എന്താണ്? തമ്മിൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മുടെ മൊബൈൽ തന്നെ അറിയാം, ഹൈ ക്വാളിറ്റി ഫോൺ വില കുറച്ച് നമുക്ക് ലഭിക്കുന്നു. കാരണം എന്താണ്? കോമ്പറ്റീഷനാണ്. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ എന്താണ്? വലിയ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇതൊക്കെ ആ ബിസിനസ് സൈക്കിളിൻ്റെ സിംറ്റംസ് ആണ്. അതുപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലേ, മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ. അതുപോലെ ഇന്നവേഷൻ. ഇപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, പെസിമിസം, ഓപ്റ്റിമിസം. ഞാൻ പിന്നെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, പെസിമിസം, ഓപ്റ്റിമിസം ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന ഒരു സിംറ്റം നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്താണ്? എല്ലാവർക്കും എന്താണ്? ഒരു ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും, വീണ്ടും വീണ്ടും ഗ്രോത്ത് ഉണ്ടാകുമെന്ന്. അപ്പോൾ അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, കൂടുതൽ ഡിമാൻഡ് വരുന്നു. അതുപോലെ മറ്റൊരു ഘടകമാണ് ഇന്നവേഷൻ. അപ്പോൾ അവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഷുംപീറ്റർ. അവിടെ നിന്ന് ഓർത്തിരിക്കുക, ഷുംപീറ്റർ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റിൻ്റെ പേരാണ്. ഈ ബിസിനസ് സൈക്കിളിന് ഇന്നവേഷൻ കാരണമാകും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അത് തിയറിയിട്ട് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഷുംപീറ്റീരിയൻ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ ഉണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഷുംപീറ്റർ പറയുന്നത്, ബിസിനസ് സൈക്കിളിന് കാരണമാകുന്നു എന്ത്? ഇന്നവേഷൻ. ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഇന്നവേഷനാണ് ബിസിനസ് സൈക്കിളിനെ പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്നതെന്ന് ആര് വിശ്വസിക്കുന്നു? ഷുംപീറ്റർ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഇന്നവേഷനെ ബേസ് ചെയ്ത് ബിസിനസ് സൈക്കിളിന് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്ത ഇക്കോണമിസ്റ്റാണ് ആര്? ഷുംപീറ്റർ എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അദ്ദേഹം ഏത് പോയിന്റിനെയാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്? ഇന്നവേഷൻ ദാറ്റ് ലീഡ്സ് ടു ബിസിനസ് സൈക്കിൾ. ഓക്കെ. മറ്റൊന്ന് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റലിൻ്റെ മാർജിനൽ എഫിഷ്യൻസി. ഇതൊക്കെ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇക്കോണമിയിൽ അപ്സ് ആൻഡ് ഡൗൺസിന് കാരണമാകുന്നു. ഓക്കെ, ഇത്രയുമാണ് കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ട്രൂ സ്റ്റേറ്റ്മെന്റ് അതുപോലെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നോക്ക്, ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ്. ഈ ബിസിനസ് സൈക്കിളിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്രോസ്പെറസ് സ്റ്റേജ്, റിസഷൻ അല്ലേ, ഡിപ്രഷൻ, അതുപോലെ റിക്കവറി, വീണ്ടും തിരിച്ച് ബൂമിലേക്ക്, പീക്ക് സ്റ്റേജിലേക്ക്. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾ എന്താണ്? ഇതിലൂടെ ഒരു ചില ഇൻഡിക്കേറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ചില സൂചകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില സൂചികകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇക്കോണമിയിൽ ഈ പറയുന്ന റിസഷനും ഡിപ്രഷനും ഉണ്ടാകുമ്പോൾ ചില സിംറ്റംസ് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ബിസിനസ് സൈക്കിൾ എന്തായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്? ആ ഇക്കോണമിയിലെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൂടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രധാനമായിട്ടും 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബിസിനസ് സൈക്കിൾ ഉള്ളത്. ഒന്ന് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. 2 കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓർ കൺകറന്റ് ഇൻഡിക്കേറ്റേഴ്സ്. 3 ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. 3 ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓർ കൺകറന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് സൂചന നൽകുന്നു. ഓക്കെ, അപ്പോൾ അത് ബിസിനസ് സൈക്കിളിലൂടെ ഉണ്ടാകുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട്. ഇതാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, കോയിൻസിഡന്റ് ഓർ കൺകറന്റ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? നോക്കി, എന്താണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്? an എക്സാമ്പിൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ മീനിങ് എന്താണ്? നോക്കി, ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഇക്കണോമിക് മെട്രിക്സ്. ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇക്കണോമിക് മെട്രിക്സ് മീൻസ് ഇക്കണോമിക് ഇൻഡെക്സ്. മെട്രിക്സ് മീൻസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഇക്കണോമിക് മെട്രിക്സ്
that tend to move ahead of the overall economy. Okay. Leading indicators are economic metrics that tend to move. ഈ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്? They tend to move. അവർ മൂവ് ചെയ്യുന്നു, ആ ഇൻഡിക്കേറ്റേഴ്സ് മൂവ് ചെയ്യുന്നു ahead of the overall economy. അതായത് ഈ ഓവറാൾ ഇക്കോണമിയിലേക്കാൾ അല്ലെങ്കിൽ ഓവറാൾ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനേക്കാൾ മുന്നേ നമ്മുടെ ഇക്കോണമിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നു, അതിനേക്കാൾ മുന്നേ മൂവ് ചെയ്യുന്ന ഇക്കണോമിക് മെട്രിക്സിനെ പറയുന്ന പേരാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇക്കോണമിയിൽ ചേഞ്ചസ് വരാൻ പോകുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി അറിയിപ്പ് തരുന്ന ഇക്കണോമിക് മെട്രിക്സുകൾക്ക് പറയുന്ന പേരാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇക്കോണമിയിൽ ഇന്ന മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഏതിലൂടെ? ലീഡിംഗ് ഇൻഡിക്കേറ്റർ. അപ്പോൾ എന്താണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്? ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഇക്കണോമിക് മെട്രിക്സ് that tend to move ahead of the overall economy changes, അല്ലെങ്കിൽ ahead of the overall economy changes. ഓവറാൾ ഇക്കോണമിയിൽ നമ്മുടെ മൊത്തം ഇക്കോണമിയിൽ ചേഞ്ചസ് ഉണ്ടാകുമല്ലോ, അതിനേക്കാൾ ആ ചേഞ്ചസ് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ചേഞ്ചസ് ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടാകുന്ന ചേഞ്ചസിന് പറയുന്ന പേരാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ആ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ആ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലായിക്കോണം ഇക്കോണമിയിൽ എന്തോ വലിയ മാറ്റം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി അതിലൂടെ എന്താണ് കാണിക്കുന്നത്? സിഗ്നലിംഗ് ഫ്യൂച്ചർ ചേഞ്ചസ് അല്ലേ? സിഗ്നലിംഗ് എന്തിനുള്ള സിഗ്നൽ കാണിക്കുന്നു? ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൽ ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരാൻ പോകുന്ന ഒരു സിഗ്നലാണ് ആര് കാണിക്കുന്ന? ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നത്. They are used to forecast future economic activity. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. They are used, അതായത് leading indicators are used to forecast future economic activity. എന്തിനു വേണ്ടിയാണ് ഈ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? They are used to forecast future economic activity. ഫ്യൂച്ചർ ഭാവിയിലെ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടല്ലോ, ആ ഇക്കണോമിക് ആക്ടിവിറ്റി ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് എന്തോ മാറ്റം വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിസിനസ്സുകാർക്ക്, അതുപോലെ കൺസ്യൂമേഴ്സിന്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് പ്രൈസസ്. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ്, ഷെയർസിൻ്റെ പ്രൈസ് കൂടുന്നു കുറയുന്നു, അതുവഴി എന്താണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നെങ്കിൽ അതൊരു ഇൻഡിക്കേറ്ററാണ്, ഭാവിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ. അതാണ് സ്റ്റോക്ക് പ്രൈസസ്. ന്യൂ ഓർഡേഴ്സ്, പുതിയ ആളുകളുടെ ഭാഗത്ത്, കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി പുതിയ ഓർഡർ ഉണ്ടാകുന്നു. അപ്പോൾ അത് ആർക്ക്? ഇൻവെസ്റ്റേഴ്സിന്, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചൊരു സിംറ്റമാണ്. ആളുകളുടെ എന്ത് മാറി? ടേസ്റ്റും പ്രിഫറൻസും മാറിയിരിക്കുന്നു, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തണം അല്ലേ, പുതിയ ഓർഡർ വന്നിരിക്കുന്നു, അതാണ്. അതുപോലെ കൺസ്യൂമേഴ്സ് കോൺഫിഡൻസ്, ലീഡിംഗ് ഇൻഡിക്കേറ്റർ മറ്റൊരു എക്സാമ്പിളാണ് കൺസ്യൂമേഴ്സ് കോൺഫിഡൻസ്. ചിലപ്പോൾ നിലവിലുള്ള പ്രോഡക്ട്സിന് കൺസ്യൂമേഴ്സിന് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം കാണില്ല. ചിലപ്പോൾ എന്താണ്, ചില പുതിയ പ്രോഡക്ട്സിനോട് അവർക്ക് താല്പര്യം കൂടും. അതൊക്കെ എന്താണ്? ഇക്കോണമിയിൽ ഉണ്ടാകുന്ന പിന്നെ എന്താണ് ചേഞ്ചസ് മുൻകൂട്ടി അറിയാൻ പറ്റും ഇതിലൂടെ. അപ്പോൾ സ്റ്റോക്ക് പ്രൈസസ്, ന്യൂ ഓർഡേഴ്സ്, കൺസ്യൂമേഴ്സ് കോൺഫിഡൻസ്, ന്യൂ ഹൗസിംഗ് സ്റ്റാർട്ട്സ് അല്ലേ, പുതിയ കൺസ്ട്രക്ഷൻസ്, പുതിയ വീടുകൾ നിർമ്മിക്കുന്നു, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, ആളുകൾ പുതിയ മെച്ചപ്പെട്ട വീടുകൾ നിർമ്മിക്കുന്നു. അതൊക്കെ എന്താണ്? ഒരു സിംറ്റമാണ്, ഇക്കോണമിയുടെ ഗ്രോത്തിൻ്റെ ഒരു സിംറ്റമാണ്. മനസ്സിലായില്ലേ? വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ സിംറ്റമാണ്. ഇതാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇതിലൂടെയാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇക്കോണമിയിൽ എന്ത് മാറ്റം വരാൻ പോകുന്നു എന്ന്. അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്ട്? സ്റ്റോക്ക് പ്രൈസസ്, ന്യൂ ഓർഡേഴ്സ്, കൺസ്യൂമേഴ്സ് കോൺഫിഡൻസ്, ന്യൂ ഹൗസിംഗ് സ്റ്റാർട്ട്സ് അല്ലെ, പുതിയ കൺസ്ട്രക്ഷൻ പ്രോസസ്സുകൾ നടത്തുന്നത്. ദീസ് ആർ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തത് കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ കൺകറന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം അല്ലേ. കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഇക്കണോമിക് മെട്രിക്സ് ദാറ്റ് മൂവ് സൈമിൾട്ടേനിയസ്ലി വിത്ത് ദ ഓവറോൾ ഇക്കോണമി. നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതിനോടൊപ്പം സൈമിൾട്ടേനിയസ്ലി അതിനോടൊപ്പമാണ് ഏത് മൂവ് ചെയ്യുന്നത്? ഈ കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഇക്കണോമിക് മെട്രിക്സ് ദാറ്റ് മൂവ് സൈമിൾട്ടേനിയസ്ലി വിത്ത് ദ ഓവറോൾ. എന്ന് വെച്ചാൽ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് മുൻപേ അല്ല ഇത് ഉണ്ടാകുന്നത്. ഇക്കോണമിയിൽ ചേഞ്ചസ് ഉണ്ടാകും, അതിനോടൊപ്പം എവിടെയും ചേഞ്ചസ് ഉണ്ടാകും. കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സിലും ചേഞ്ചസ് ഉണ്ടാകും. അല്ലെങ്കിൽ കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാകും, ആ സ്പോട്ടിൽ തന്നെ ഇവിടെ ഇക്കോണമിയിലും ചേഞ്ചസ് ഉണ്ടാകും. അല്ലാതെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനല്ല ഇത് ഉപയോഗിക്കുന്നത്. ആ സ്പോട്ടിൽ രണ്ടും ഒരുമിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതാണ് കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്ക്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, റീറ്റെയിൽ സെയിൽസ്, ചില്ലറ വിൽപ്പന, പേഴ്സണൽ ഇൻകം, വ്യക്തിഗത വരുമാനം, നമ്മൾ ആൾറെഡി നാച്ചുറൽ ഇൻകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. GDP, എംപ്ലോയ്മെന്റ് റേറ്റ്, ദീസ് ആർ
കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഇക്കോണമിയോടൊപ്പം എന്താണ്, ഒരുമിച്ച് മൂവ് ചെയ്യുകയാണ്. ഒരുമിച്ചാണ് ഇത് ഇക്കോണമിയിലെ ചേഞ്ചസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇക്കോണമിയിലെ മൂവ്മെന്റ് പെട്ടെന്ന് ഉണ്ടാകുന്നു. കാരണം എന്താണ്, ഗ്രോത്ത് പെട്ടെന്ന്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ പെട്ടെന്ന് എന്താണ് ഗ്രോത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP ഗ്രോ ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. കാര്യം രണ്ടും ഒരുമിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ റീറ്റെയിൽ സെയിൽസ്, ചില്ലറ വിൽപ്പന കൂടുന്നത് കുറയുന്നത്. അതുപോലെ പേഴ്സണൽ ഇൻകം, നമ്മുടെ വ്യക്തിഗത വരുമാനം കൂടുന്നത്. വ്യക്തിഗത വരുമാനം കൂടുമ്പോൾ എന്താണ് പ്രത്യേകത, ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് ലഭിക്കുന്നു, കൂടുതൽ കൺസംഷൻ ഉണ്ടാകുന്നു, അഗ്രേഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. ഇക്കോണമിയിൽ എന്താണ്, ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു. അതുപോലെ GDP, എംപ്ലോയ്മെന്റ് റേറ്റ്, ഇതൊക്കെയാണ് കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ്. എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഈ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ഇൻഡിക്കേറ്റർ ആണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡെഫിനിഷൻ തന്നിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ഇക്കണോമിക് മെട്രിക്സ് ദാറ്റ് മൂവ് സൈമിൾട്ടേനിയസ്ലി വിത്ത് ഓവറാൾ ഇക്കോണമി, ഏത് ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിക്കും. അപ്പോൾ ഇതാ കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഒരുമിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും അതുപോലെ ഇൻഡിക്കേറ്ററും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ലാഗിങ് ഇൻഡിക്കേറ്റർ. ആ പേരിൽ തന്നെ ഉണ്ട് ലാഗ്, അല്ലേ, കാലതാമസമുണ്ട്. ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ആ ടേമിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലാഗിങ് ഇൻഡിക്കേറ്റർ. എന്താണ് lagging indicators are economic metrics that change after the overall economy has already changed. എന്താണ് that change after the overall economy has already changed. അതായത് നമ്മുടെ ഇക്കോണമി ഓൾറെഡി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓവറാൾ ഇക്കോണമി, നമ്മുടെ മൊത്തം ഇക്കോണമിയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇവിടെ വരുന്നത് ഈ ചേഞ്ചസ്. ഓവറാൾ ഇക്കോണമിയിലെ ചേഞ്ചസിന് ശേഷമാണ് ചില ഇക്കണോമിക് മെട്രിക്സ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ചില ഐറ്റംസ്, ബിസിനസ് സൈക്കിളിലൂടെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഏതിന് ശേഷമേ വരത്തുള്ളൂ, ഓവറാൾ ഇക്കോണമി ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ആ മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. അതുകൊണ്ടാണ് ലാഗിങ്, പിന്നീട് വരുന്നു, അല്ലേ. They confirm the state of the economy. ഇത് എന്ത് ചെയ്യുന്നു, ഇക്കോണമിയുടെ സ്റ്റേറ്റസ്, ഇക്കോണമിയുടെ അവസ്ഥ, നിലവിലെ അവസ്ഥയെ കൺഫേം ചെയ്യുന്നു, അല്ലെങ്കിൽ അവസ്ഥയെ പ്രതിപാദിക്കുന്നു. ബട്ട് ഡു നോട്ട് പ്രഡിക്റ്റ് ഫ്യൂച്ചർ ചേഞ്ചസ്. ഇതിലൂടെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്യൂച്ചർ ചേഞ്ചസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭാവിയിലെ മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്, അല്ലേ. ഏതൊക്കെയാണ് നോക്കിയേ, ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ കോയിൻസിഡന്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ കൺകറന്റ് ഇൻഡിക്കേറ്റേഴ്സ്, മൂന്നാമത്തത് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഈ ബിസിനസ് സൈക്കിളിൻ്റെ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോയിന്റ് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ. കാരണം ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ. നമ്മൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനും അതുപോലെ ഇൻഫ്ലേഷണറി പ്രഷറും പറഞ്ഞു പീക്ക് സിറ്റുവേഷനിൽ. അതുപോലെ ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും ഇൻഫ്ലേഷനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് മീൻസ് തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം അൺഎംപ്ലോയ്മെൻറ്റ് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അറിയുക എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലില്ലായ്മ നിരക്ക്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇത് ഇക്വേഷൻ പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കുക, ചോദിക്കും. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ലേബർ ഫോഴ്സ്, അല്ലേ, തൊഴിൽ ശക്തിയുണ്ട്, ലേബർ ഫോഴ്സ് ഉണ്ട്, തൊഴിലാളികളുണ്ട്, അല്ലേ. ഒരു 15 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 60 വയസ്സ് വരെ. നമ്മൾ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സല്ലേ സാധാരണ. അപ്പോൾ ഈ 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെയാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നത്? ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേബർ ഫോഴ്സിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് എല്ലാവർക്കും ജോലിയില്ല. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്? അൺഎംപ്ലോയിഡ് ഉണ്ട്, തൊഴിൽ രഹിതരുണ്ട്. അപ്പോൾ ആ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓരോ വർഷം കഴിയുമ്പോൾ കൂടുകയും കുറയുകയും ചെയ്യും. കാരണം ഈ ലേബർ ഫോഴ്സിൽ മാറ്റം വരും. കാര്യം നമ്മുടെ ബർത്ത് റേറ്റിനെ ഡെത്ത് റേറ്റിനെയൊക്കെ അനുസരിച്ച് ലേബർ ഫോഴ്സിൽ മാറ്റം വരും. അത് കൂടാം കുറയാം. അപ്പോൾ അതിനനുസരിച്ച് എന്തിൽ മാറ്റം വരും? നമ്പർ ഓഫ് അൺഎംപ്ലോയിഡിൽ മാറ്റം വരും. അപ്പോൾ ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇക്കണോമിക് പോളിസീസൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ്, ടോട്ടൽ ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇൻറ്റു 100. അപ്പോൾ എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്?
അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ് അല്ലേ, ലേബർ ഫോഴ്സ്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ഡിവൈഡഡ് ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100. ഓക്കെ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ HSIയുടെ ക്വസ്റ്റ്യൻസിൽ, അതുപോലെ സെറ്റ് എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിൽ, HSSTയിലൊക്കെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമുക്കും എക്സ്പെക്റ്റ് ചെയ്യണം അൺഎംപ്ലോയ്മെൻറ്റ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഓക്കെ. ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആണ് പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എന്താണ് ഒരു 5-6 തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പല ടൈപ്പ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലായ്മ എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, അതായത് ആളുകൾ ജോലി ചെയ്യാൻ അവർ വില്ലിങ് ആണ് അല്ലേ, പക്ഷേ അവർക്ക് എന്ത് കിട്ടുന്നില്ല, ജോലി ലഭിക്കുന്നില്ല. ആ സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതായത് അവർ ജോലി ചെയ്യാൻ, ദേ ആർ വില്ലിങ് ടു വർക്ക്, അവർ ജോലി ചെയ്യാൻ വില്ലിങ് ആണ്, ബട്ട് ദേ ഡു നോട്ട് ഗെറ്റ് വർക്ക്. അവർക്ക് എന്ത് കിട്ടുന്നില്ല, വർക്ക് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. ദേ ആർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ദേ ആർ റെഡി അല്ലേ, മാനസികമായും ശാരീരികമായിട്ടും എന്താണ്, അവർ ജോലി ചെയ്യാൻ വില്ലിങ് ആണ്, ബട്ട് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ. എന്ത് അവൈലബിൾ അല്ല, ജോലി അവൈലബിൾ അല്ല. ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതിനെയാണ് പൊതുവെ എന്തെന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ തന്നെ നമ്മൾ എന്താണ് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. നോക്കി എന്താണ്, ഇറ്റ് ഈസ് ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ്. ഇതൊരു താൽക്കാലിക അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇതെന്താണ്ടേ ഒരു താൽക്കാലിക അൺഎംപ്ലോയ്മെൻറ്റ് ആണ് അല്ലേ, ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ്. എന്തിൻ്റെ ഫലമായിട്ട്, ഡ്യൂ ടു ജോബ് ട്രാൻസിഷൻസ് ഓർ സെർച്ചസ്. അതായത് ടെമ്പററി ഫ്രിക്ഷൻ, ഓർക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക ആ പോയിന്റ്. ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെന്റ് ഈസ് എ ടെമ്പററി അൺഎംപ്ലോയ്മെന്റ്, ഒരു താൽക്കാലിക അൺഎംപ്ലോയ്മെന്റ് ആണ്, താൽക്കാലികമായിട്ടുണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ്, കുറച്ച് കാലത്തേക്ക് നിൽക്കത്തുള്ളൂ. എന്തിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്, ഡ്യൂ ടു ജോബ് ട്രാൻസിഷൻസ് ഓർ സെർച്ചസ്. ആളുകൾ ജോലി മാറുമല്ലോ. ഇപ്പം ഞാനൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണ്, ജോലി ട്രാൻസ്ഫർ ചെയ്ത്, അല്ലെങ്കിൽ വിദേശത്തേക്ക് ഒരു ജോലി വിസ റെഡിയായി. അപ്പോൾ എനിക്ക് വിദേശത്തേക്ക് ജോലി റെഡിയായി ഉടനെ ഇന്ന് ആ സ്പോട്ടിൽ എനിക്ക് തിരിച്ചു കയറി അവിടെ പോയി പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അതിനെന്താണ്, ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസം എടുക്കാം, അല്ലെങ്കിൽ 2 മാസം എടുക്കാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ എന്താണ്, അൺഎംപ്ലോയിഡ് ആണ്. ഇറ്റ് ഈസ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അല്ലെങ്കിൽ എന്താണ്, ഞാനൊരു പുതിയ ജോലി അന്വേഷിക്കുന്നു, നിലവിലെ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പുതിയ ജോലി അന്വേഷിക്കുന്നു. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ ഒരു ടൈം ലാഗ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. ഇറ്റ് ഈസ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, ഇറ്റ് ഈസ് ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂ ടു ജോബ് ട്രാൻസിഷൻസ് ഓർ സെർച്ചസ്. ആളുകൾ ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഫലമായിട്ട്, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്, യൂഷ്വലി ഷോർട്ട് ടേം. ഇതെന്താണ്, സാധാരണ ഇത് ഷോർട്ട് ടേം, കുറച്ച് കാലത്തേക്ക് നിൽക്കുന്നു, നമ്മൾ പറഞ്ഞതാണ് ഷോർട്ട് ടൈമിലേക്കാണ്. ആൻഡ് വോളണ്ടറി അല്ലേ, വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. വോളണ്ടറി ആണെന്ന് വെച്ചാൽ ബോധപൂർവമുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അല്ലാതെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് അല്ല ഇത്. അപ്പോൾ ഓർക്കുക, ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻ്റ് എന്താണ്, വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് കൂടിയാണ്. നമ്മൾ ബോധപൂർവം സ്വയം നമ്മൾ എന്താണ് മാറി നിൽക്കുകയാണ് അല്ലേ, നമുക്ക് ബോധപൂർവ്വം നമുക്കറിയാം, അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ടല്ല, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടല്ല ഈ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായത്, നമ്മുടെ കാരണം കൊണ്ടാണ്. അതിനെ പറയുന്ന പേരാണ് വോളണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അതുപോലെ വോളണ്ടറി ആണ്. ഓക്കെ ആണല്ലോ? 2, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്? ഇത് ടെമ്പററി അല്ല, ഷോർട്ട് ടേം അല്ല. നോക്കിയേ, ഇറ്റ് ഈസ് ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് പോലെ അല്ല, ഇറ്റ് ഈസ് ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ്. ലോങ് ടേമിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായാൽ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കും. 6 മാസമോ 1 വർഷമോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇത് ഉണ്ടായെന്ന് വരാം. ഡ്യൂ ടു എന്തിൻ്റെ ഫലമായിട്ട്, മിസ്മാച്ചസ് ബിറ്റ്വീൻ വർക്കേഴ്സ് സ്കിൽസ്. ഒരു മിസ്മാച്ച് ഉണ്ടാകും, ചിലപ്പോൾ മിസ്മാച്ച് അല്ലേ, ചേർച്ചയില്ലായ്മ ഉണ്ടാകും, പൊരുത്തമില്ലായ്മ ഉണ്ടാകും. ആരൊക്കെ തമ്മിൽ, വർക്കേഴ്സ് സ്കിൽസ്, തൊഴിലാളികളുടെ സ്കില്ല്, തൊഴിലാളികളുടെ എബിലിറ്റി, തൊഴിലാളികളുടെ കഴിവും, ആൻഡ് ജോബ് റിക്വയർമെൻറ്റ്സ്, അവരുടെ
തൊഴിൽ അന്വേഷണവും തമ്മിൽ, ജോലിയുടെ ആവശ്യവും തമ്മിൽ, ജോലിക്കാരുടെ ആവശ്യകതയും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാകും. ഇപ്പോൾ വർക്കേഴ്സിൻ്റെ സ്കിൽ, ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ജോലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, പുതിയൊരു ടെക്നോളജി വരികയാണ്, പുതിയൊരു സാങ്കേതിക വിദ്യ വന്നു. അപ്പോൾ അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ടെക്നോളജി ഞാൻ പഠിച്ചിട്ടില്ല, ആ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള സ്കിൽ എനിക്കില്ല. ഒന്നുകിൽ ഞാൻ ആ സ്കിൽ ആർജിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും ഞാൻ. അപ്പോൾ ആ ജോബ് റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ആ ജോബ് റിക്വയർ ചെയ്യുന്ന സ്കിൽ എനിക്കില്ല. മനസ്സിലായില്ലേ? ആ ജോബ് റിക്വയർ ചെയ്യുന്ന സ്കിൽ എനിക്കില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകിൽ ആ സ്കിൽ ആർജിക്കണം. സ്കില്ല് പെട്ടെന്ന് കിട്ടുമോ നമുക്ക്? ചിലപ്പോൾ അത് പോയി പഠിച്ച് എന്താണത് നേടിയെടുക്കേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തേക്കാം. അതാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചറിൽ നമ്മുടെ ആ ഒരു തൊഴിൽ മേഖലയുടെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ വർക്കേഴ്സിൻ്റെ സ്കില്ലും അതുപോലെ ജോബ് റിക്വയർമെൻറ്റ്സും, ജോബിൻ്റെ റിക്വയർമെൻറ്റ്സും, ജോലി ആവശ്യം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് എന്താണോ വേണ്ടത്, ജോലി ചെയ്യാനുള്ള ആ റിക്വയർമെൻ്റ് ഉണ്ടല്ലോ, ആ റിക്വയർമെൻറ്റും വർക്കേഴ്സിൻ്റെ സ്കില്ലും തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടായാൽ ആ മിസ്മാച്ചിലൂടെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഇനി ക്യാൻ ബി കോസ്ഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ്. എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു? ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓർ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്സ്. സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റത്തിലൂടെയാണ് സാധാരണ ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാര്യം ഇപ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ പെട്ടെന്ന്, ടെക്നോളജിയൊക്കെ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവിടുത്തെ വർക്കേഴ്സും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം, ആ സ്കിൽ ആർജിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ ആ സ്കില്ല് എത്ര ഫാസ്റ്റായിട്ട് അത് ആർജിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ പറ്റും. അതാണ് പറയുന്നത് ക്യാൻ ബി കോസ്ഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ്. സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റത്തിലൂടെയാണ് ഇതുണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്സ്. ഡെമോഗ്രാഫിക് ഷിഫ്റ്റിലൂടെ ഉണ്ടാകും. കാരണം എന്താണ്, നമ്മൾ ഏജ്ഡ് ആകും അല്ലേ. ഇപ്പോൾ ഒരു ചെറുപ്പകാലം യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഫാസ്റ്റായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ഏജ് സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു. അതാണ് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാം. കാര്യം ഇപ്പോൾ IT ഫീൽഡിലൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ, ഒരു 40 വയസ്സ് കഴിഞ്ഞവരെയൊന്നും എവിടെ വേണ്ട, IT ഫീൽഡിലേക്ക് വേണ്ട. വളരെ യങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞവരെയൊന്നും IT ഫീൽഡ് വേണ്ട. ഇപ്പോൾ ഇൻഫോസിസിലും അതുപോലെ TCSലും അങ്ങനെയുള്ള കമ്പനികളൊക്കെ ആരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ എഫിഷ്യൻ്റ് അല്ല എങ്കിൽ അവരെ എന്ത് ചെയ്യും, പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ്, കാര്യം എന്താണ്, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ആണ്, ഏജിൽ വന്ന വ്യത്യാസമാണ്. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാം. ആ അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസിൻ്റെ ഫലമായിട്ടും ഡെമോഗ്രാഫിക് ഷിഫ്റ്റിൻ്റെ ഫലമായിട്ടും എന്തുണ്ടാകാം, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാം. ഇറ്റ് ഈസ് കാൾഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതൊരു ലോങ് ടേം അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയാണ്. നെക്സ്റ്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. സാധാരണഗതിയിൽ ചോദിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്, നമ്മൾ ബിസിനസ് സൈക്കിൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നോക്കി, അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഫ്ലക്ച്വേറ്റ് വിത്ത് ദ ബിസിനസ് സൈക്കിൾ. അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഫ്ലക്ച്വേറ്റ് വിത്ത് ദ ബിസിനസ് സൈക്കിൾ. അതായത് ബിസിനസ് സൈക്കിളിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടല്ലോ, അതിലൂടെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ബിസിനസ് സൈക്കിളിൽ ഡിപ്രഷനും റിസഷനും ഉണ്ടാകുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് കാൾഡ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്ന് വെച്ചാൽ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിന് കാരണം ബിസിനസ് സൈക്കിളാണ്. ഇത്രയേ ഉള്ളൂ, അത്രയും മനസ്സിലാക്കിയാൽ മതി. നോക്ക്, ഇറ്റ് ഒക്കറിങ് ഡ്യൂറിങ് റിസഷൻസ് ഓർ ഇക്കണോമിക് ഡൗൺ ടേൺസ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒക്കറിങ് റിസഷൻ സമയത്ത്, മാന്ദ്യ സമയത്ത്, അതുമല്ലെങ്കിൽ ഇക്കണോമിക് ഡൗൺ ടേൺസ് അല്ലെങ്കിൽ ഡിപ്രഷൻ സമയത്താണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ആ പേര് വന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. സീസൺസിനനുസരിച്ച് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് സ്പെസിഫിക് ടൈംസ് ഓഫ് ദ ഇയർ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈംസിൽ, അല്ലെ, ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു സീസൺസ് ഉണ്ടല്ലോ, സീസൺസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിൽ എന്ത് വരാം, അൺഎംപ്ലോയ്മെൻറ്റ് വരാം. ആ സീസൺ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എംപ്ലോയിഡ് ആകും. പിന്നെ വീണ്ടും ആ സീസൺ തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ എന്തിലേക്ക് പോകും, അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് പോകും. ഇറ്റ് ഈസ് കാൾഡ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. എക്സാമ്പിൾ അറിയാമല്ലോ, ഫാർമേഴ്സ് അല്ലേ. ഫാർമേഴ്സിന് ഒരു വർഷത്തിൽ എല്ലാ കാലഘട്ടത്തിലും അവർക്ക് ജോലിയില്ല. ചില സീസൺസിൽ അവരെന്താണ്, അൺഎംപ്ലോയിഡ് ആണ്. ഇപ്പോൾ അവർ സോയിങ് സീസൺ ഉണ്ട് അല്ലേ, വിളവിറക്കുന്ന സമയം, അതുപോലെ ഹാർവസ്റ്റിംഗ് സീസൺ. അപ്പോൾ ഈ സോയിങ് സീസണിലാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പിന്നീട് എപ്പോഴാണ്, ഹാർവസ്റ്റിംഗ് സീസണാണ്.
ഇൻ ബിറ്റ്വീൻ ദേ ആർ അൺഎംപ്ലോയിഡ്. ഇതിനിടയ്ക്ക് എന്താണ്, വലിയ തൊഴിലവസരങ്ങളൊന്നും ഇല്ല, അൺഎംപ്ലോയിഡ് ആണ്. അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്? ഫാർമേഴ്സിനെയാണ്. അതുപോലെ ഈ കലാകാരന്മാർ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാർ, ഇവരെയൊക്കെ എന്താണ്, സീസണലാണ് അവരുടെ ജോബ് എന്ന് പറയുന്നത്. നോക്ക്, കലാകാരന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സ്റ്റേജ് കലാകാരന്മാർ അല്ലേ, ഉത്സവ സീസണിലൊക്കെയാണ്, അങ്ങനെയുള്ള സീസൺസിലാണ് അവരുടെ തൊഴിലവസരങ്ങൾ കൂടുതൽ. ബാക്കിയുള്ള സമയത്ത് അവർ അൺഎംപ്ലോയിഡ് ആണ്. യൂഷ്വലി ടെമ്പററി ആൻഡ് പ്രഡിക്റ്റബിൾ അല്ലേ, സച്ച് അൺഎംപ്ലോയ്മെന്റ് ഈസ് ടെമ്പററി. ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ടെമ്പററി, താൽക്കാലികമാണ് അല്ലേ, കുറച്ച് കാലത്തേക്ക് നിൽക്കത്തുള്ളൂ. ആ സീസൺ മാറുമ്പോൾ വീണ്ടും നമ്മൾ എംപ്ലോയിഡ് ആയിട്ട് മാറും. ആൻഡ് പ്രഡിക്റ്റബിൾ, ഈ അൺഎംപ്ലോയ്മെന്റ് പ്രത്യേകത എന്താണ്? പ്രഡിക്റ്റബിൾ ആണ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ഇത് പ്രഡിക്റ്റബിൾ, നമുക്ക് പ്രവചിക്കാൻ പറ്റും അല്ലേ. നോക്കി, ഇപ്പോൾ ഒരു സീസൺ, വരാൻ പോകുന്ന സീസൺ, ഇപ്പോൾ മഴ, ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് എന്താണ്? പ്രഡിക്റ്റബിൾ ആണ്, മഴയുണ്ടാകും. ആ സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ ഫാർമേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അത് നമ്മൾ പ്രഡിക്റ്റബിൾ ആണ്, എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകുന്നത് പ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് ടെമ്പററി, കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അതുപോലെ എന്താണത്? പ്രഡിക്റ്റബിൾ ആണ്. നോട്ട് ചെയ്യുമല്ലോ ആ പോയിന്റ്. നെക്സ്റ്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്? നോക്കി, ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെയർ ഇൻഡിവിജ്വൽസ് ആർ എംപ്ലോയിഡ്. അവിടെ ഇൻഡിവിജ്വൽസ് എന്താണ്? എംപ്ലോയിഡ് ആണ്, ആളുകൾ എംപ്ലോയിഡ് ആണ്. ബട്ട് ദെയർ വർക്ക് ഈസ് നോട്ട് പ്രൊഡക്റ്റീവ് ഓർ എഫിഷ്യൻറ്റ്. പക്ഷേ ആളുകൾ ജോലി ചെയ്യുന്നു, പക്ഷെ അവരുടെ വർക്ക് എന്തല്ല? ദെയർ വർക്ക് ഈസ് നോട്ട് പ്രൊഡക്റ്റീവ്. അവരുടെ വർക്ക് പ്രൊഡക്റ്റീവ് അല്ല, ഉൽപാദനക്ഷമമല്ല. ഓർ എഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ എന്തല്ല? എഫിഷ്യൻ്റ് അല്ല, കാര്യക്ഷമതയില്ല, വർക്കിന് കാര്യക്ഷമതയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് കേസ് അൺഎംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെയർ ഇൻഡിവിജ്വൽസ് ആർ എംപ്ലോയിഡ്. ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ജോലി ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ആ തൊഴിലുടമയ്ക്കോ രാജ്യത്തിനോ ഇല്ല. കാര്യം എന്താണ്? ദേ ആർ അൺപ്രൊഡക്റ്റീവ്. അവർ അൺപ്രൊഡക്റ്റീവ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ അവർ ഇൻഎഫിഷ്യൻ്റ് ആണ്, കാര്യക്ഷമതയില്ലാത്തവരാണ്. ഓർ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അതിനെ, ദേ ആർ നോട്ട് യൂട്ടിലൈസിങ് ദെയർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഫുള്ളി. അവരവരുടെ കഴിവ് എന്ത് ചെയ്യുന്നില്ല? അവർ പൂർണ്ണമായിട്ടും അവരുടെ കഴിവ് എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ്, അവരുടെ കഴിവുകൾ അവർ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സച്ച് അൺഎംപ്ലോയ്മെന്റ് ഈസ് കാൾഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ് എക്സാമ്പിൾ? നോക്കിയ അണ്ടർ എംപ്ലോയ്മെന്റ് എന്തിന്റെ എക്സാമ്പിളാണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഒരാൾക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, പക്ഷേ അയാൾ ഉദ്ദേശിച്ച ജോലി അയാൾക്ക് ആ കഴിവിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു സാധാരണപ്പെട്ട ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. അപ്പോൾ ആ അണ്ടർ എംപ്ലോയ്മെന്റ് എന്തിന് എക്സാമ്പിളാണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. കാര്യം അയാളുടെ സ്കില്ല് അവിടെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. അതൊരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. മറ്റൊന്ന് ഓവർ സ്റ്റാഫിംഗ്. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ 10 പേര് മതി, ഒരു ദിവസം ജോലി ചെയ്യാൻ 10 പേര് മതി. അവിടെ പക്ഷേ ഒരു 13 പേര് വർക്ക് ചെയ്യുന്നു. ആ 10 പേര് കൊണ്ട് ജോലി 10 പേരാണ് അവിടുത്തെ ഫുൾ കപ്പാസിറ്റി. ആ 10 പേര് മതിയാകും ജോലി ചെയ്ത് തീർക്കാൻ. പക്ഷേ ഒരു 13 പേര് വർക്ക് ചെയ്യുന്നു. ആ 3 പേരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവർ അൺപ്രൊഡക്റ്റീവാണ് അല്ലേ? അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ആ തൊഴിലുടമയ്ക്ക് ഉണ്ടാകുന്നില്ല. അവിടെ സാമ്പത്തിക നഷ്ടം മാത്രമേ ഉള്ളൂ അല്ലേ? അവർ അൺപ്രൊഡക്റ്റീവാണ്. അവരെ വിഡ്രോ ചെയ്താലും ഔട്ട്പുട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അതാണ് ഓവർ സ്റ്റാഫിംഗ്. ചില സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ കാർഷിക രംഗത്തൊക്കെയാണ് കൂടുതൽ ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. കൂടുതലും കാണപ്പെടുന്നത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതലും കാണുന്നത്. കാരണം എന്താണ്? എക്സസ് ആയിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നു, അമിതമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഇൻഎഫിഷ്യന്റ് വർക്ക്, കാര്യക്ഷമതയില്ലാത്ത ജോലി ചെയ്യുക. എന്നുവെച്ചാൽ ഒരു ജോലി ചെയ്യാൻ എന്താണ്, അത് പിന്നെ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവരെ, ആ ജോലിക്ക് ആവശ്യമുള്ള ഒരു നോളജ് ഉണ്ടാവുമല്ലോ, ആ നോളജ് ഇല്ലാത്തവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. അതുപോലെ ലോ പ്രൊഡക്ടിവിറ്റി വർക്ക്, ഉൽപാദനക്ഷമത കുറഞ്ഞ ജോലി, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുമോ ഹിഡൻ ആണ്. അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നതായിട്ട് കാണാം, പക്ഷെ അവരെ കൊണ്ട് യാതൊരു പ്രയോജനം. അതുകൊണ്ടാണ് ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത്. ഹൈഡ് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? അവർ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 പേര് ജോലി ചെയ്യേണ്ട സ്ഥലത്ത് 13 പേര് ജോലി ചെയ്യുന്നു. അവർ എംപ്ലോയിഡ് ആണെന്ന് ചോദിച്ചാൽ അവർ പ്രത്യക്ഷമായിട്ട് നോക്കിയാൽ അവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് ആ 3 പേരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതാണ് ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. കാര്യം പിടി കിട്ടിയല്ലോ? പ്രത്യേകിച്ച് ഓർക്കുക, ഇത് ഏത് രംഗത്താണ് നിലനിൽക്കുന്നത്? ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതലും എന്ത് കാണപ്പെടുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണപ്പെടുന്ന. ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം.
അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെൻ്റ് ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട അൺഎംപ്ലോയ്മെൻറ്റുകൾ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പോകുന്നത് ഇൻഫ്ലേഷൻ, അല്ലേ? പണപ്പെരുപ്പം, വിലക്കയറ്റം എന്ന് പറയും ഇൻഫ്ലേഷൻ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക, ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഓർക്കുക, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റിൽ മാർജിനൽ പ്രോഡക്റ്റ് എം പി എന്ന് പറഞ്ഞാൽ അഡീഷണൽ പ്രോഡക്റ്റ്, നിങ്ങൾ മൈക്രോയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അഡീഷണൽ പ്രോഡക്റ്റ്, ഒരു ലേബർ അധികമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്ന പ്രോഡക്റ്റാണ് മാർജിനൽ പ്രോഡക്റ്റ്. ആ മാർജിനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് 0 ഓർ നെഗറ്റീവ്. ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അത് ഓർത്തിരിക്കണം. മാർജിനൽ പ്രോഡക്റ്റ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് കേസിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഒന്നുകിൽ 0യോ നെഗറ്റീവ്, കാരണം അധികമുള്ള ലേബേഴ്സ് അവിടെ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് മാർജിനൽ പ്രോഡക്റ്റ്, അഡീഷണൽ പ്രോഡക്റ്റ് 0, അല്ലെങ്കിൽ എന്താണ് പിന്നീടും കണ്ടിന്യൂ ചെയ്താൽ അത് നെഗറ്റീവായിട്ട് മാറുമെന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വച്ചിരിക്കുക. നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ. ഓക്കെ, inflation is a sustained increase in the general price level of goods and services in an economy over a period of time. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു ഇക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ജനറൽ പ്രൈസ് ലെവൽ, മൊത്തത്തിലുള്ള പൊതുവില നിലവാരം എന്ത് ചെയ്യുന്നു? ആ പൊതു വില നിലവാരത്തിൽ ഒരു സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഉണ്ടാകുന്നു, ഒരു തുടർച്ചയായ വർധന ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് കാൾഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? Inflation is a sustained increase in the general price level of goods and services in an economy over a period of time. അപ്പോൾ സസ്റ്റെയിൻഡ് ഇൻക്രീസ്. അപ്പോൾ അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മുടെ പ്രത്യേകിച്ച് എസെൻഷ്യൽ ഗുഡ്സിൻ്റെയൊക്കെ വിലയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ടൊരു റൈസ് ഉണ്ടാകുന്നു, പ്രൈസ്. ഇറ്റ് ഈസ് കാൾഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. വിവിധ തരം ഇൻഫ്ലേഷൻ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് പലതരത്തിലുണ്ടെന്ന് പഠിച്ചതുപോലെ ഇൻഫ്ലേഷനും പലതരത്തിലുണ്ട്. ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ മീൻസ് അറിയാലോ, വലിക്കുന്നു. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണ്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് കോസ്ഡ്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അമിതമായിട്ട് എന്തുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്നു. നമ്മുടെ ഇക്കോണമിയിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? വലിയ തോതിൽ ടോട്ടൽ ഡിമാൻഡ്, ഓവറോൾ ഹൗസ് ഹോൾഡ്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? അത് കൂടുകയാണ്. അങ്ങനെ ഡിമാൻഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? എങ്ങനെ ഇൻഫ്ലേഷനിലേക്ക് നയിക്കപ്പെടുന്നത്? ലീഡിങ് ടു ഹയർ പ്രൈസസ്. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. വിച്ച് ഈസ് അക്കമ്പനീഡ് ബൈ, അങ്ങനെ പ്രൈസ് കൂടിയാൽ വിച്ച് ഈസ് അക്കമ്പനീഡ് ബൈ, ഇതിനോടൊപ്പം എന്തുകൂടി ഉണ്ടാകുന്നു? ലോ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ എന്തായിരിക്കും? ഇവിടെ ലോ ആയിരിക്കും. അപ്പോൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ്റെ പ്രത്യേകത എന്താണ്? കോസ്ഡ് ബൈ എക്സസ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇതുണ്ടാകുന്ന എന്തിൻ്റെ ഫലമായിട്ടാണ്? എക്സസ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്, അമിതമായിട്ട് ഡിമാൻഡ് കൂടുക. അതുകൊണ്ടാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന പേര് വന്നത്. എക്സസ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ലീഡിങ് ടു ഹയർ പ്രൈസ്, അതിലേക്ക് നയിക്കുന്നു, ഉയർന്ന വിലയിലേക്ക്. വില കൂടാൻ, ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൈസും കൂടും. വിച്ച് ഈസ്, ഇതിനോടൊപ്പം ഇങ്ങനെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി പ്രൈസ് കൂടുന്നു വരുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു, അക്കമ്പനീഡ് ബൈ. അതിനോടൊപ്പം എന്തുണ്ടാകുന്നു? അക്കമ്പനീഡ് ബൈ ലോ അൺഎംപ്ലോയ്മെൻറ്റ്. അതിനോടൊപ്പം എന്തുണ്ടാകുന്നു? ലോ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അവിടെ എന്തായിരിക്കും? ലോ ആയിരിക്കും. ദിസ് ഒക്കേഴ്സ് ഡ്യൂറിങ് എക്സ്പാൻഷൻ. ഇത് ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? എക്സ്പാൻഷൻ സമയത്താണ്, അല്ലെങ്കിൽ ഇക്കോണമി പീക്കിൽ നിൽക്കുന്ന സമയത്ത്, പ്രോസ്പെറസ് സ്റ്റേജിൽ. നമ്മൾ പഠിച്ചു ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്ന് പഠിച്ചു. ആ ഇൻഫ്ലേഷന് കാരണം ഏതാണ്? ആഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അവിടെ നമ്മൾ പറഞ്ഞതാണ്, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫലമായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അതിനെന്തെന്ന് പറയുന്നു? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. അവിടെ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ചേർത്ത് വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അവിടെ എന്താണ്? കുറവായിരിക്കും. തൊഴിൽ കാര്യം ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, അല്ലേ? എക്സ്പാൻഷൻ സമയത്ത് പീക്ക് സിറ്റുവേഷൻ എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മളവിടെ പറഞ്ഞത് ഇതിനോടൊപ്പം വരുന്ന ഒരു പ്രത്യേകത എന്താണ്? വിച്ച് ഈസ് അക്കമ്പനീഡ് ബൈ ലോ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ എന്തായിരിക്കും? ലോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഇതുണ്ടാകുന്നത് എപ്പോഴായിരിക്കും? ഡ്യൂറിങ് ദ എക്സ്പാൻഷണറി ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ഓക്കെ, രണ്ടാമത്താണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതെന്തിലേക്ക്? ഇൻഫ്ലേഷനിലേക്ക് തള്ളിവിടുന്നു. ഓക്കെ,
ഇതുണ്ടാകുന്നത് ഡ്യൂറിങ് കോൺട്രാക്ഷൻസ്. ഇക്കോണമിയിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നു, റിസഷൻ, ഡിപ്രഷൻ അല്ലേ, അതാണ് കോൺട്രാക്ഷനിലേക്ക് വരുന്നത്. കോൺട്രാക്ഷൻ സമയത്ത് ഡിക്രീസിങ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലേ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. കാരണം ആളുകളുടെ കയ്യിൽ വരുമാനമൊന്നുമില്ല, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, വരുമാനമില്ല, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുമെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. അത് വരുമ്പോൾ ക്യാൻ ലീഡ് ടു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അതെന്തിലേക്ക് നയിക്കും, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. കാരണം ഡിമാൻഡ് ഇല്ല. കാര്യം ഡിമാൻഡ് ഇല്ലാതെ വരുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്. ആരുടെ, ഫേംസിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ എന്തായിരിക്കും, കൂടുതലാണ്. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യേണ്ടി വരും, വില കൂട്ടാൻ നിർബന്ധിതരാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോൺട്രാക്ഷൻ സമയത്ത്, ഡിപ്രഷൻ സമയത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവാണ് അല്ലേ. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യേണ്ടി വരും, ഈ പ്രോഡക്ട്സ് വിറ്റഴിക്കണം. അപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, ഇപ്പോൾ പ്രൊഡക്ഷൻ ആൾറെഡി ഉണ്ട്, പെട്ടെന്നാണ് എന്ത് ചെയ്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ എന്താണ്, വളരെ കൂടുതലാണ്, ഉൽപ്പാദന ചെലവ് കൂടുതലാണ്. ആ ഉൽപ്പാദന ചെലവ് മറികടക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് കാലത്തേക്ക് അവർ വില കൂട്ടേണ്ടി വരും അല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ് അക്കമ്പനീഡ് ബൈ ഹൈ അൺഎംപ്ലോയ്മെന്റ്. അവിടെ എന്തുണ്ടാകും, ഹൈ അൺഎംപ്ലോയ്മെന്റ്. അവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ്. നമുക്ക് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ലോ അൺഎംപ്ലോയ്മെന്റ് ആണ്. പക്ഷേ ഇവിടെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനോടൊപ്പം എന്തുണ്ടാകും, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്തായിരിക്കും, വളരെ കൂടുതൽ. കാരണം ഡിപ്രഷൻ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് കൂടുതലല്ലേ, അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്. പക്ഷേ അവിടെ കുറച്ച് കാലത്തേക്ക് ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകും. അത് ഏത് ഇൻഫ്ലേഷനാണ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഏത് സമയത്താണ്, കോൺട്രാക്ഷൻ സമയത്താണ്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു, മാറിയത് ഡീഫ്ലേഷനിലേക്ക് പിന്നീട് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ കുറേ കാലത്തേക്ക് അതിൻ്റെ വരും, കുറേ കാലത്തേക്ക് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഇൻഫ്ലേഷനെ പറയുന്ന പേരാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ. മൂന്നാമത്തെ പോയിന്റ് ആണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. എന്താണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ? നോക്കി, when the rise in prices is very slow, when the rise in prices is very slow, like that a snail or creeper, it is called creeping inflation. അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഇൻക്രീസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നോക്ക്, when the rise in prices is very slow, സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെങ്കിൽ വർധനം എങ്ങനെയാണ്, വെരി സ്ലോ, വളരെ പതുക്കെയാണ് സ്ലോ ചെയ്യുന്നത്. സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്, പക്ഷെ ആ കൂടുന്ന റേറ്റ് എന്താണ്, വളരെ വളരെ പതുക്കെയാണ്. ആരെ പോലെ, ലൈക്ക് എ സ്നെയിൽ അല്ലെ, ഒച്ചിടയുന്നത് പോലെ. ഓർ ക്രീപ്പർ, അല്ലെങ്കിൽ എന്താണ് ക്രീപ്പർ എന്ന് വെച്ചാൽ, ക്രീപ്പർ എന്ന് വെച്ചാൽ ഈ സ്ലോയിൽ തറ പറ്റി വളരുന്ന മരങ്ങളാണ്, അത് പതുക്കെ എന്ത് ചെയ്യുള്ളൂ, ഗ്രോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ക്രീപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലോ ലൈക്ക് ദാറ്റ് എ സ്നെയിൽ ഓർ ക്രീപ്പർ. ആരെ പോലെ, ഒരു ക്രീപ്പറെ പോലെ അല്ലെങ്കിൽ ഒരു സ്നെയിൽ, ഒരു ഒച്ചിനെ പോലെ എന്ത് ചെയ്യുന്നു, വളരെ പതുക്കെയാണ് സാധനങ്ങളുടെ വില കൂടുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. എന്ന് വെച്ചാൽ അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് വളരെ സ്ലോ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്ന പേരാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് മനസ്സിലാക്കുക. ഹിയർ ആനുവൽ ഇൻക്രീസ് ഇൻ പ്രൈസ് വുഡ് ബി ലെസ് ദാൻ 3%. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഹിയർ ആനുവൽ ഇൻക്രീസ് ഇൻ പ്രൈസ് വുഡ് ബി ലെസ് ദാൻ 3%. അവിടെ ഈ പ്രൈസ് വർധനവ്, ഇൻക്രീസ് ഇൻ പ്രൈസിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്ന ആ ആനുവൽ ഇൻക്രീസ്, വാർഷിക വർധനവ്, പ്രൈസിൽ ഉണ്ടാകുന്ന വാർഷിക വർധനവ് എത്രയായിരിക്കും, ലെസ് ദാൻ 3%, 3% താഴെയായിരിക്കും. എന്നുവെച്ചാൽ വലിയ വർധനവൊന്നും പ്രൈസിൽ ഇല്ല. വർധനവുണ്ട്, പക്ഷേ എന്താണ്, വളരെ നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള റൈസേ ഉള്ളൂ. ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ അതൊരെന്താണ്, ഇക്കോണമിക്ക് ഭീഷണിയായിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ല. അവിടെ ഇൻഫ്ലേഷണറി റേറ്റ് എത്രയാണ്, ലെസ് ദാൻ 3%. സച്ച് ആൻ ഇൻക്രീസ് ഇൻ പ്രൈസസ് ഈസ് റിഗാർഡഡ് സേഫ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് എന്താണ്, സേഫ് ആണ്, സുരക്ഷിതമാണ്. ആൻഡ് എസെൻഷ്യൽ ഫോർ ഇക്കണോമിക് ഗ്രോത്ത്. അതെന്തിന് അത്യാവശ്യമാണ്, ഇക്കണോമിക് ഗ്രോത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഓർക്കുക, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഇക്കോണമിക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒന്നല്ല. അത് ഹൈപ്പർ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇക്കോണമി വലിയ തോതിൽ ബാധിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ നമ്മുടെ ഇക്കോണമിക്ക് ആവശ്യമാണ്. കാരണം എന്താണ്, വില ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിയാലേ പിന്നെ തൊഴിലാളികൾക്ക് വേജ് കൂട്ടി കൊടുക്കാൻ ആർക്ക് പറ്റത്തുള്ളൂ, പിന്നെ ഇവർക്ക് ഫേംസിന് പ്രൊഡക്ഷൻ യൂണിറ്റ്സിന് പറ്റത്തുള്ളൂ, അതുപോലെ പ്രോഫിറ്റ് കൂടത്തുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, നമുക്കൊരു ഇക്കോണമിക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള എന്ത് വേണം, ഇൻഫ്ലേഷൻ വേണം. ഒരു ആവറേജ് ഇൻഫ്ലേഷനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ് വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. എന്താണത്? When the rate of rise in prices in the intermediate range of 3 to 7% per annum
or less than 10%, it is a case of walking inflation. എന്താണ്ടേ when the rate of rise in prices in the intermediate range, ഒരു ഇടയ്ക്കാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് റൈസ് ഇൻ പ്രൈസ് നമ്മൾ നേരത്തെ ലെസ് ദാൻ 3%, ഇവിടെ എന്താണ് കുറച്ചുകൂടി കൂടുതലാണ് റൈസ് ഇൻ പ്രൈസ്. ഇത് ഏതാണ് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ചിലാണ്. ഏതിടയ്ക്കാണ് വരുന്നത്? ഏതിൻ്റെ ഇന്റർമീഡിയറ്റ് ആണ്? ഓഫ് 3 to 7%, 3 to 7% അല്ലേ, 3 to 7%, 3%-നും 7%-നും ഇടയ്ക്കാണ് വാർഷിക വളർച്ചയെങ്കിൽ, വിലയിലുണ്ടാകുന്ന വാർഷിക വർധനമെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, ഓർ ലെസ് ദാൻ 10%, അല്ലെങ്കിൽ എന്ത് പറയാം 3 to 7%, അല്ലെങ്കിൽ 10%-ത്തിൽ താഴെ. ആ ഒരു ലെവലിലാണ് ഇൻഫ്ലേഷൻ പോകുന്നതെങ്കിൽ, റൈസ് ഇൻ പ്രൈസസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാക്കിംഗ് ഇൻഫ്ലേഷൻ ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇൻഫ്ലേഷൻ അറ്റ് ദിസ് റേറ്റ് ഈസ് എ വാർണിംഗ്. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, നോട്ട് ചെയ്യുക പോയിന്റ്, വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ വാർണിംഗ്. ഇതൊരു വാർണിംഗ് ആണ്. എന്തിനുള്ള വാർണിംഗ് ആണ്? വാർണിംഗ് സിഗ്നൽ ഫോർ ഗവൺമെന്റ്. ആർക്കുള്ള വാർണിംഗ് സിഗ്നൽ ആണ്? ഗവൺമെന്റിലുള്ള വാർണിംഗ് സിഗ്നൽ ആണ്. എന്തിന്? ടു കൺട്രോൾ ഇറ്റ് ബിഫോർ ഇറ്റ് ടേൺസ് ടു റണ്ണിംഗ് ഇൻഫ്ലേഷൻ. അതെന്തിലേക്ക്? റണ്ണിംഗ് ഇൻഫ്ലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ ഹയർ ഇൻഫ്ലേഷനിലേക്ക് പോകുന്നതിന് മുൻപ്, വലിയ തോതിൽ ഇൻഫ്ലേഷൻ കൂടുന്നതിന്, റണ്ണിംഗ് ഇൻഫ്ലേഷൻ, അതായത് വലിയ തോതിൽ ഇൻഫ്ലേഷൻ കൂടുന്നതിന് മുൻപ് ഇക്കോണമി കൺട്രോൾ ചെയ്യണമെന്ന് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ് ഏത്? വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. കാരണം 3% പൊയ്ക്കൊണ്ടിരിക്കുന്ന ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അത് പ്രശ്നമല്ല, ഇക്കോണമിക്ക് സേഫ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ 3-ൽ നിന്ന് 4, 5, 6, 7 അങ്ങനെ ഇൻഫ്ലേഷണറി റേറ്റ് കൂടിക്കൂടി വരികയാണെങ്കിൽ അതാണ് വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. അത് ഇക്കോണമിക്ക് ഒരു സിംറ്റമാണ്. എന്തിന്? ഇതാ ഇൻഫ്ലേഷൻ വലിയ തോതിൽ റണ്ണിംഗ് ഇൻഫ്ലേഷനിലേക്ക് പോകുന്നു, ഇക്കോണമിയിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പോകുന്നു എന്നതിനുള്ളൊരു സിംറ്റമാണ്. ആർക്ക് കൊടുക്കുന്ന സിംറ്റം? ഗവൺമെന്റിന്. എന്തിനു വേണ്ടി? കാര്യം ഇൻഫ്ലേഷണറി പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റും സെൻട്രൽ ബാങ്കും അല്ലേ? അവർക്ക് കൊടുക്കുന്ന ഒരു സിംറ്റം, സിഗ്നലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്താണ് റണ്ണിംഗ് ഇൻഫ്ലേഷൻ. നമ്മൾ പറഞ്ഞു റണ്ണിംഗ് ഇൻഫ്ലേഷനിലേക്കുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു സിഗ്നൽ കൊടുക്കുന്നു ആര്? വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു സിവിയർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വരുന്നു, റണ്ണിംഗ് ഇൻഫ്ലേഷൻ. നോക്ക് എന്താണ്? വെൻ പ്രൈസ് റൈസ് റാപ്പിഡ്ലി. പ്രൈസ് എങ്ങനെയാണ് റൈസ് ചെയ്യുന്നത്? റാപ്പിഡ്ലി, വളരെ വേഗം റൈസ് ചെയ്യുന്നു. ലൈക്ക് റണ്ണിംഗ് ഹോഴ്സ്. ആരെ പോലെയാണ്? റണ്ണിംഗ് ഹോഴ്സ്, കുതിര പായുന്നത് പോലെ, കുതിര ഓടുന്നത് പോലെ. ഏത് റേറ്റിൽ? at a speed of 10 to 20%, അല്ലേ? 3 to 7% ആയിരുന്നു വാക്കിംഗ് ഇൻഫ്ലേഷൻ എങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ എന്താണ്? 10 to 20%, 10-നും 20-നും ഇടയ്ക്ക് വാർഷിക വളർച്ചയാണ് പ്രൈസിൽ ഉണ്ടാകുന്നത്, വാർഷിക വർധനവാണ് പ്രൈസിൽ ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് കാൾഡ് റണ്ണിംഗ് ഇൻഫ്ലേഷൻ. എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് കാൾഡ് റണ്ണിംഗ് ഇൻഫ്ലേഷൻ. ആരെ പോലെ? ലൈക്ക് ദ റണ്ണിംഗ് ഹോഴ്സ്, ലൈക്ക് ദ റണ്ണിംഗ് ഹോഴ്സ്. ഇത് നോക്ക്, സച്ച് ആൻ ഇൻഫ്ലേഷൻ അഫക്ട്സ് ദ പുവർ. ഇത് ആരെയാണ്? ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ ആരെ ബാധിക്കുന്നു? അഫക്ട്സ് ദ പുവർ ആൻഡ് മിഡിൽ ക്ലാസസ് ഓഫ് അഡ്വേഴ്സ്ലി. ഇത് ആരെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്? പുവർ ക്ലാസ്സിനെയും മിഡിൽ ക്ലാസ്സിനെയും, ഇക്കോണമിയിലെ പുവർ ക്ലാസ്സിനെയും മിഡിൽ ക്ലാസ്സിനെയും. കാരണം വില ഇവർക്ക് താങ്ങാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളുടെയും വിലയിൽ 10 to 20% ഒക്കെ വർധന ഉണ്ടായാൽ, കാരണം ഇവരുടെ ഇൻകം ലിമിറ്റഡ് അല്ലേ, പാവപ്പെട്ടവരുടെ മിഡിൽ ക്ലാസിന്റെ ഇൻകം ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിത് താങ്ങാൻ പറ്റില്ല. ഇത് ആരെ പ്രതികൂലമായി ബാധിക്കുന്നു? പുവർ പീപ്പിളിനെയും മിഡിൽ ക്ലാസിനെയും. അപ്പോൾ പുവർ പീപ്പിളിനെയും മിഡിൽ ക്ലാസിനെയും വളരെയധികം ബാധിക്കുന്ന ഒരു ഇൻഫ്ലേഷനാണ് റണ്ണിംഗ് ഇൻഫ്ലേഷൻ. കാരണം റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കുഴപ്പമില്ല, ഇതും അവർക്ക് താങ്ങാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വളരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ആരെയാണ്? ഈ പറഞ്ഞ പുവർ ക്ലാസിനെയും മിഡിൽ ക്ലാസിനെയുമാണ്. ക്ലിയർ അല്ലേ? ഇതാണ് റണ്ണിംഗ് ഇൻഫ്ലേഷൻ. ഇനി നോക്കിയേ, ഹൈപ്പർ ഇൻഫ്ലേഷൻ. റണ്ണിംഗ് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടും ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന് കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും നമ്മളത് കുഴപ്പത്തിൽ ചാടിക്കും. ഇനി മറ്റൊരു ഇൻഫ്ലേഷനിലേക്ക് നമ്മളത് രാജ്യത്തെ നയിക്കും. എന്താണ് അതിൻ്റെ പേര്? ഹൈപ്പർ ഇൻഫ്ലേഷൻ. എന്താണ് നോക്കി? ഹൈപ്പർ ഇൻഫ്ലേഷൻ വെൻ പ്രൈസസ് റൈസ് വെരി ഫാസ്റ്റ് അറ്റ് എ ഡബിൾ ഓർ ട്രിപ്പിൾ ഡിജിറ്റ്, അല്ലേ? ഡബിൾ ഡിജിറ്റിലോ ട്രിപ്പിൾ ഡിജിറ്റിലേക്കോ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷണറി റേറ്റ് മാറുന്നു. ഫ്രം മോർ ദാൻ 20 to 100% പെർ ആനം, അല്ലേ? പ്രതിവർഷം 20 മുതൽ 100% അതിന് മുകളിലേക്കോ ചിലപ്പോൾ എന്ത് ചെയ്യാം? സാധനങ്ങളുടെ വില എന്ന് വെച്ചാൽ ഉള്ള സാധനങ്ങളുടെ വില ചിലപ്പോൾ ഇരട്ടിയോ അതിൽ കൂടുതലോ ആകാം. അതാണ് 100%. അല്ലെ? ഉള്ള സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു? 5 രൂപയുടെ സാധനം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? 10 രൂപയിലേക്കോ അല്ലെ അതിൽ കൂടുതലേക്കോ ആകുന്നു. അപ്പോൾ എന്തായി മാറും? ഇരട്ടിയാണ്, അല്ലേ? ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 100% മുകളിൽ എത്തുന്നു. അതാണ് പറഞ്ഞത് വെൻ പ്രൈസസ്
പ്രൈസസ് റൈസ് വെരി ഫാസ്റ്റ്, വളരെ ഫാസ്റ്റായിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു ടു ഡബിൾ ഓർ ട്രിപ്പിൾ ഡിജിറ്റ് റേറ്റ്സ്. ഡബിൾ ഡിജിറ്റിലേക്കോ ട്രിപ്പിൾ ഡിജിറ്റിലേക്കോ പോയെന്ന് വരാം. അതായത് മോർ ദാൻ 20 to 100% ഓർ മോർ, 20 മുതൽ 100% അതിന് മുകളിലേക്കോ എന്ത് പോകാം, പ്രൈസ് വർദ്ധിച്ചെന്ന് വരാം. ഇപ്പോൾ 10 മുതൽ 20 വരെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ ആണ്. ഇതല്ല, 20 മുകളിലേക്ക് വന്നാൽ അതിനെ പറയും ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇനി നോക്ക്, ഇറ്റ് ഈസ് യൂഷ്വലി കാൾഡ് റൺ അവേ ഓർ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇതിന് നമ്മൾ സാധാരണഗതിയിൽ ഈ ഹൈപ്പർ ഇൻഫ്ലേഷനെ പറയുന്ന പേരെന്താണ്? റൺ അവേ. റണ്ണിങ് അല്ല കേട്ടോ, റൺ അവേ, വളരെ ബഹുദൂരം വളരെ ദൂരം എത്തിയിരിക്കുന്നു. റൺ അവേ ഓർ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാറുണ്ട്. നോട്ട് ചെയ്യുക പോയിന്റ്. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്തെന്ന് വിളിക്കാറുണ്ട്? റൺ അവേ ഓർ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് അറിയപ്പെടാറുണ്ട്. ഇനി നോക്ക്, ഇൻ റിയാലിറ്റി യഥാർത്ഥത്തിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ when the rate of inflation becomes immeasurable and absolutely uncontrollable. ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇൻ റിയാലിറ്റി ഹൈപ്പർ ഇൻഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ when the rate of inflation becomes immeasurable. നമുക്ക് കൃത്യമായിട്ട് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി അൺകൺട്രോളബിൾ, നമുക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിനോ മറ്റ് ഏജൻസികൾക്കോ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെ പറയുന്ന പേരാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ബാക്കിയുള്ള ഇൻഫ്ലേഷൻ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ അൺകൺട്രോളബിൾ ആയിട്ട് പ്രൈസ് കൂടിപ്പോകുന്നതിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. നമുക്ക് പ്രൈസസ് റൈസ് മെനി ടൈംസ് എവരി ഡേ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? പ്രൈസസ് റൈസ് മെനി ടൈംസ് എവരി ഡേ. ഒരു ദിവസം തന്നെ പല തവണ എന്ത് വർദ്ധിക്കുന്നു? പ്രൈസ് വർദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്? ഇപ്പോൾ അവശ്യ സാധനങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും പ്രൈസിൽ ചേഞ്ചസ് വരിക. പക്ഷേ ഇവിടെ എന്താണ്? ഒരു ദിവസം തന്നെ എന്താണ്? പ്രൈസ് പല തവണ വർദ്ധിച്ചെന്ന് വരാം. ഇതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. നോർമലി അതങ്ങനെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അത്രയും സിവിയർ ഇക്കണോമിക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് സാധാരണ ഉണ്ടാകുന്നത്. അത് നോർമലി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്ക്, നമ്മൾ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ പഠിച്ചു. ഇത് അതിൽ നിന്ന് വേറിട്ട 2 പ്രത്യേകതരം അൺഎംപ്ലോയ്മെന്റുകളുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അത് അവിടെ ആ അൺഎംപ്ലോയ്മെന്റ് കൂടെ പറയാത്ത കാര്യം ഇത് ഇൻഫ്ലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കൊടുത്തത്. അത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കോമൺ ആയിട്ട് പറയുന്നത് നമ്മളിവിടെ പഠിച്ചു. ഇവിടെ എന്താണ്? ഏതിൽ നിന്ന്? ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന ചില അൺഎംപ്ലോയ്മെന്റുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, NRU, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓർക്കുക, ഇത് മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ആരുടെ കോൺസെപ്റ്റ് ആണ്? മിൽട്ടൺ ഫ്രീഡ്മാന്റെ കോൺസെപ്റ്റ് ആണ്. മിൽട്ടൺ ഫ്രീഡ്മാന്റെ കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ആരുടെയാണ്? മിൽട്ടൺ ഫ്രീഡ്മാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിൽട്ടൺ ഫ്രീഡ്മാൻ അല്ലേ? ഫ്രീഡ്മാന്റെ കൺസംഷൻ തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ദാറ്റ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വെയർ ലേബർ മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഈ അൺഎംപ്ലോയ്മെന്റ് പ്രത്യേകത എന്താണ്? ലേബർ മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ലേബർ മാർക്കറ്റ് എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്, സന്തുലിതാവസ്ഥയിലാണ്. ഓക്കെ, ആൻഡ് അറ്റ് വിച്ച് ദ പ്രൈസ് ലെവൽസ് ഈസ് സ്റ്റേബിൾ. മറ്റൊരു പ്രത്യേകതയുണ്ട്. ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ അവിടെ എന്തില്ല? വലിയ തോതിൽ പ്രത്യക്ഷമായിട്ട് അൺഎംപ്ലോയ്മെന്റ് ഇല്ല. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആണ്. മാത്രമല്ല അറ്റ് വിച്ച് ദ പ്രൈസ് ലെവൽ ഈസ് സ്റ്റേബിൾ. പ്രൈസ് ലെവൽ സ്റ്റേബിളുമാണെന്ന് വെച്ചാൽ ദർ ഈസ് നോ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാതെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായേക്കാം. ഈ അൺഎംപ്ലോയ്മെന്റിനെ പറയുന്ന പേരാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ദിസ് കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് ദാറ്റ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വെയർ ലേബർ മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണ്, ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആണ്. ഓക്കെ, മാത്രമല്ല അവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അറ്റ് വിച്ച് പ്രൈസ് ലെവൽ ഈസ് സ്റ്റേബിൾ. പ്രൈസ് ലെവൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ അവിടെ എന്താണ്? ചെറിയ തോതിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ദ റേറ്റ് വെയർ all those who are willing to work at current real wage rate have found a job.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആണെന്ന്. അപ്പോൾ അതായത് ഇറ്റ് ഈസ് എ റേറ്റ് വെയർ ആൾ ദോസ് ഹു ആർ വില്ലിംഗ് ടു വർക്ക്, അതായത് ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവർക്ക് അറ്റ് കറണ്ട് റിയൽ വേജ് റേറ്റ്, നിലവിലുള്ള വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു? ഹാവ് ഫൗണ്ട് എ ജോബ്, അവർക്ക് എന്തുണ്ട്? ജോലിയുണ്ട്. അപ്പോൾ നിലവിൽ ഒരു വേജ് റേറ്റ് ഉണ്ട്. ആ വേജ് റേറ്റിൽ ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ തയ്യാറാണ് ഞാനെങ്കിൽ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ എന്താണ്? അൺഎംപ്ലോയിഡ് ആണ്. അതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയിഡ്. മനസ്സിലായോ? അതാണ്. അതുകൊണ്ടാണ് എന്താണ് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആണ്, ഇക്വിലിബ്രിയത്തിലാണ് അവിടെ. കാരണം അവിടുത്തെ ഒരു തൊഴിലവസരം ഉണ്ട്, പക്ഷേ വേജ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ചിലപ്പോൾ വേജ് റേറ്റ് ആയിരിക്കണമെന്ന് ഇല്ല. ആ വേജ് റേറ്റിൽ നിങ്ങൾ ജോലി ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ ജോലിയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ റേറ്റ് വെയർ ആൾ ദോസ് ഹു ആർ വില്ലിംഗ് ടു വർക്ക് അറ്റ് കറണ്ട് റിയൽ വേജ് റേറ്റ് ഹാവ് ഫൗണ്ട് എ ജോബ് ആൻഡ് ദർ ഈസ് നോ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അത് നമുക്ക് പറയാൻ പറ്റും, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് അവിടെ ഇല്ല അല്ലേ? അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? വോളണ്ടറി ആയിരിക്കും, ബോധപൂർവമാണ്. കാരണം ആ വേജ് റേറ്റിൽ ഞാൻ ജോലി ചെയ്യാൻ സന്നദ്ധനല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറി നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ അൺഎംപ്ലോയിഡ് ആണത്, ഞാനാണ് മാറി നിൽക്കുക. കാര്യം എനിക്ക് ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ അവിടെ ജോലിയുണ്ട്, ജോലി ചെയ്യാൻ അവസരമുണ്ട്, പക്ഷേ ആ വേജ് റേറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ ആ അൺഎംപ്ലോയ്മെന്റ് എന്തെന്ന് പറയും? അത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. അതെന്താണ്? വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്, ബോധപൂർവം ഞാൻ മാറി നിന്നതാണ്. ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികൾ ആ വേജ് റേറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ മാറി നിൽക്കുമ്പോൾ ആ അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് NRU, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ്സ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഉൾക്കൊള്ളുന്നു? ആ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ സം, ഏതിൻ്റെയൊക്കെ തുകയാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി തുകയാണെങ്കിൽ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഏത്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുമല്ലോ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണിത്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഏത് ഇൻക്ലൂഡഡ് ആണ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഓർക്കുക, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്തല്ല? ഇൻവോളണ്ടറി അല്ല, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് അല്ല. സ്വാഭാവികമായിട്ട് ഇക്കോണമിയിൽ നാച്ചുറലി അല്ലാതെ മറ്റ് ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് അല്ല ഇതെന്ന് പറയുന്നത്. ഇത് എംപ്ലോയീസ്, ലേബറേഴ്സ് സ്വയം അവരെന്താണ്? അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുന്നതാണ്. കാരണം അവർ നിലവിലുള്ള വേജ് റേറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഇതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പ്രൈസ് ലെവൽ ഈസ് സ്റ്റേബിൾ. ഇവിടെ ഇൻഫ്ലേഷൻ ഇല്ല, പ്രൈസ് ലെവൽ സ്റ്റേബിൾ ആണ് അല്ലെ? ഇൻഫ്ലേഷണറി പ്രഷറും ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻഫ്ലേഷണറി പ്രഷർ ഇല്ല എങ്കിൽ നമുക്ക് പ്രശ്നമില്ല അല്ലേ? അൺഎംപ്ലോയ്മെന്റ് കാര്യം നിലവിലെ വേജ് റേറ്റിൽ നമ്മൾ ജോലി ചെയ്താലും പ്രശ്നമില്ല. കാരണം നമ്മൾ വേജ് റേറ്റ് കൂട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വേജ് റേറ്റ് ഡി എ വർദ്ധിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നതും ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. വേജ് റേറ്റ് കൂട്ടാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇൻഫ്ലേഷണറി പ്രഷർ ഇല്ല. അതുകൊണ്ട് നിലവിലെ വേജ് റേറ്റിൽ ജോലി ചെയ്താൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അതിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകൾ കാണൂലേ? അപ്പോൾ അതിനെയാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, NAIRU, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, NAIRU. ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രാങ്കോ മോഡിഗ്ലിയാനിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡിഗ്ലിയാനി അല്ലേ? ഫ്രാങ്കോ മോഡിഗ്ലിയാനിയാണ് ഇതെന്ത് ചെയ്തത്? കൺസംഷൻ തിയറീസിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്കോ മോഡിഗ്ലിയാനി. ഇദ്ദേഹമാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? നോൺ ആക്സിലറേറ്റ്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് വികസിപ്പിച്ചത് ആരാണ്? നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫ്രാങ്കോ മോഡിഗ്ലിയാനിയാണ്. ഇനി നോക്ക്, ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് at which the inflation rate remains stable. ഇൻഫ്ലേഷൻ റേറ്റ് എന്താണ്? ഇവിടെയും സ്റ്റേബിൾ ആണ്. നമ്മൾ നേരത്തെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലും ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ ഇവിടെയും ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റേബിൾ ആണ് ഇൻ ആൻ ഇക്കോണമി. ആൻഡ് ഇഫ് അൺഎംപ്ലോയ്മെന്റ് ഫാൾസ് ഡ്യൂ ടു ദ എക്സ്പാൻഷൻ ഓഫ് ദ ഇക്കോണമി, ദ ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റാർട്ട്സ് ആക്സിലറേറ്റിംഗ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ ആക്സിലറേറ്റ് ചെയ്യാത്ത, ഇൻഫ്ലേഷണറി പ്രഷർ ഇല്ലാത്ത, പ്രൈസ് ലെവൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോഴുള്ള അൺഎംപ്ലോയ്മെന്റ് ലെവലിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റിനെ ആക്സിലറേറ്റ് ചെയ്യാത്ത അൺഎംപ്ലോയ്മെന്റ്. ഇതുപോലെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിൽ പറഞ്ഞത് തന്നെയാണ്.
പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇഫ് അൺഎംപ്ലോയ്മെന്റ് ഫാൾസ്, ഇനി അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് ആ ഒരു ഇൻഫ്ലേഷണറി പ്രഷർ ഇല്ലാത്ത അൺഎംപ്ലോയ്മെന്റ് ആണ്, പക്ഷെ പെട്ടെന്ന് വീണ്ടും അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞാൽ, അതായത് അൺഎംപ്ലോയ്മെന്റ് ഫാൾസ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞാൽ ഏതിന്റെ ഫലമായിട്ട്? ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ദ ഇക്കോണമി. പക്ഷെ അങ്ങനെ ആ ഒരു നാച്ചുറലി അൺഎംപ്ലോയ്മെന്റിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇക്കോണമിയിൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ത് ചെയ്യും? കുറയും. കൂടുതൽ ആൾക്ക് ജോലി കിട്ടും. അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റാർട്ട്സ് ആക്സിലറേറ്റിംഗ്. അവിടെ ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങും. കാര്യം ആൾക്ക് ജോലി കിട്ടി, ഡിമാൻഡ്, അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടും. അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും, പ്രൈസ് ലെവൽ കൂടും. അപ്പോൾ ഇൻഫ്ലേഷൻ എന്താണ്? ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് നോൺ ആക്സിലറേറ്റിംഗ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നൂടെ പറയാം. ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് അറ്റ് വിച്ച് ഇൻഫ്ലേഷൻ റേറ്റ് റിമെയിൻ സ്റ്റേബിൾ ഇൻ ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത് വെച്ചാൽ വിലക്കയറ്റമൊന്നും ഉണ്ടാകാത്ത അവസ്ഥയിൽ നോർമലി ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? നോൺ ആക്സിലറേറ്റിംഗ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ചില ഇൻഫ്ലേഷൻ ഒന്നും സൃഷ്ടിക്കാത്ത അൺഎംപ്ലോയ്മെന്റ്. കാര്യം നിലവിലുള്ള വേജ് റേറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകൾ വോളണ്ടറി ആയിട്ട് എടുക്കുന്ന അൺഎംപ്ലോയ്മെന്റ്. ഇനി ഇഫ് അൺഎംപ്ലോയ്മെന്റ് ഫാൾസ്, എന്നാൽ ഈ അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ അൺഎംപ്ലോയ്മെന്റ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറയാം, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയാം. പൂർണ്ണമായിട്ടും കുറയുന്നെന്ന് പറയുന്നില്ല. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞാൽ എങ്ങനെയാണ് കുറയുന്നത്? ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയിൽ എക്സ്പാൻഷൻ ഉണ്ടായാൽ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ കുറവുണ്ടാകും. അങ്ങനെ കുറവുണ്ടായാൽ അവിടെ എന്തിലേക്ക് വരും? അത് ഇൻഫ്ലേഷൻ സ്റ്റാർട്ട്സ് ആക്സിലറേറ്റിംഗ്. ഇൻഫ്ലേഷൻ നേരത്തെയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ലെവൽ എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങും. ഇതിനെയാണ് അങ്ങനെ ഇൻഫ്ലേഷൻ കൂടുക, അതായത് ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് നോൺ ആക്സിലറേറ്റിംഗ്. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു കോൺസെപ്റ്റ് അല്ലത്? നോൺ ആക്സിലറേറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയാൻ, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പിന്നെ ആക്സിലറേറ്റ് ചെയ്യാത്ത അൺഎംപ്ലോയ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ആക്സിലറേറ്റിംഗ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് NAIRU എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. പ്രൈസ് ലെവൽ സ്റ്റേബിൾ ആവുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് പറയുന്നുണ്ട്. ഇനി എന്താണ്? ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള അൺഎംപ്ലോയ്മെന്റും പറയുന്നുണ്ട്. ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന എങ്ങനെയെന്നും പറയുന്നുണ്ട്. കാരണം ഈ NAIRUവിൽ നിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ ഉണ്ടാകും. കാര്യം കുറയുന്നത് എങ്ങനെയാണ്? എക്കണോമിക് എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോഴാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും? ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അത് ഇൻഫ്ലേഷനിലെ ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇതാണ് NAIRU. ഈ കോൺസെപ്റ്റ് ആരുടേതാണ്? ഫ്രാങ്കോ മോഡിഗ്ലിയാനിയുടെ കോൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റു ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് തന്നെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ അനാലിസിസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ അനാലിസിസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദ ഇക്കോണമി. ആഗ്രിഗേറ്റ് സപ്ലൈ, ടോട്ടൽ സപ്ലൈ ഓഫ് ദ ഇക്കോണമി. അത് നമ്മൾ ബിസിനസ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നു. കാരണം ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെയും ആഗ്രിഗേറ്റ് സപ്ലൈ അഫക്റ്റ് ചെയ്യും. അതുപോലെ തിരിച്ച് ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും എന്തിനേയും? ബിസിനസ് സൈക്കിളിനെയും അഫക്റ്റ് ചെയ്യും. ആദ്യം ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ആഗ്രിഗേറ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ ഡിമാൻഡിനെ പറയുന്ന പേരാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മൊത്തം ആളുകളുടെ ഡിമാൻഡ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് AD refers to, AD means aggregate demand, refers to total amount of spending. Total amount of spending. കാര്യം ഡിമാൻഡ് ചെയ്യുമ്പോൾ സ്പെൻഡിങ് ഉണ്ടാവുമല്ലോ. ടോട്ടൽ എമൗണ്ട് ഓഫ് സ്പെൻഡിങ് ഇൻ ആൻ ഇക്കോണമി അറ്റ് എ ഗിവൺ പ്രൈസ് ലെവൽ. ഒരു നിശ്ചിത വിലയിൽ ഒരു ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ സ്പെൻഡിങ്ങിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആഗ്രിഗേറ്റ് ഡിമാൻഡ്. കാരണം സ്പെൻഡിങ്ങിലൂടെയല്ലേ ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സ്പെൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ടോട്ടൽ ഡിമാൻഡ് ആകാം ഇത്, അല്ലെങ്കിൽ ടോട്ടൽ സ്പെൻഡിങ് ആകാം. ഇറ്റ് ഈസ് കാൾഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇനി നോക്ക്, ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? എന്തൊക്കെ ഘടകങ്ങൾ ചേരുന്നതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്? അല്ലെങ്കിൽ ഡിമാൻഡ് ഏതൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു? ഒന്ന്, കൺസ്യൂമർ സ്പെൻഡിങ്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഒരു കമ്പോണന്റ് ആണ് കൺസ്യൂമർ സ്പെൻഡിങ്, കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് C. രണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയി നമ്മൾ നാഷണൽ ഇൻകത്തിൽ പഠിച്ചിട്ടുണ്ട്. കൺസംഷൻ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ. ഇൻവെസ്റ്റ്മെന്റ് ഫേംസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഡിമാൻഡ്. ഗവൺമെന്റ് സ്പെൻഡിങ്, ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്ന ഡിമാൻഡ്. നെറ്റ് എക്സ്പോർട്ട്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ട്, NX എന്ന് പറയും, അല്ലെങ്കിൽ X മൈനസ് M എന്ന് പറയും, നെറ്റ് എക്സ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡിമാൻഡ്, അല്ലെങ്കിൽ ഫോറിനേഴ്സിൽ നിന്നുണ്ടാകുന്ന ഡിമാൻഡ്, അങ്ങനെയും പറയാം. അപ്പോൾ ഇതാണ്
പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ഏതിൻ്റെ കമ്പോണൻസ് ആണ്? ആഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ രൂപത്തിൽ? സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എൻ എക്സ് എ ഡി ഈസ് ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ എന്താണ് കൺസംഷൻ ഡിമാൻഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, ഫേംസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഇത് ഗവൺമെൻറ് സ്പെൻഡിങ്, ജി എന്ന് പറയുന്ന ഗവൺമെൻറ് സ്പെൻഡിങ്, എൻ എക്സ് നെറ്റ് എക്സ്പോർട്ട്, അതായത് ഫ്രം ഫോറിനേഴ്സ്. അപ്പോൾ ഇതാണ് എന്ത്? ആഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കമ്പോണൻസ്. അപ്പോൾ എ ഡിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക, എ ഡി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എൻ എക്സ്. ഓക്കെ ആണല്ലോ. ഇനി ഈ നമ്മളൊരു കർവ് വരച്ചാൽ, എ ഡിയുടെ കർവ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ദ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അല്ലേ? എ ഡി കർവ് എന്ത് ചെയ്യുന്നു? എ ഡി കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എ ഡി കർവ് എങ്ങോട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആയിട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്തുനിന്ന് വലത്തേക്ക് താഴേക്കാണ് ഇത് സ്ലോപ്പ് ചെയ്യുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡിക്കേറ്റിംഗ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓവറോൾ പ്രൈസ് ലെവൽ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഓർക്കുക, ഇവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് സൂചിപ്പിക്കുക. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലേ? അതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ദെയർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, അല്ലേ? എ ഡി കർവ് സൂചിപ്പിക്കുന്നതാണ് ഒരു വിപരീത ബന്ധമാണുള്ളത്. ആരൊക്കെ തമ്മിൽ? ദ ഓവറാൾ പ്രൈസ് ലെവൽ. ഓവറാൾ പ്രൈസ് ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ പ്രൈസ് ലെവലും ഇക്കോണമിയുടെ മൊത്തം പ്രൈസ് ലെവലും, അതുപോലെ പിന്നെ എന്താണ്? ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡഡ് ഇൻ ദ ഇക്കോണമി. അതായത് ഇക്കോണമിയിലുമുള്ള മൊത്തം ഡിമാൻഡും ഇക്കോണമിയുടെ ടോട്ടൽ ഡിമാൻഡും അതുപോലെ പ്രൈസ് ലെവലും തമ്മിലുള്ള വിപരീത ബന്ധമാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എ ഡി കർവ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നോർമൽ ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതുപോലെ തന്നെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും വരുന്നത്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനും എന്ത് ഷേപ്പാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഷേപ്പാണ്. അതാ അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചാൽ ഇതായിരിക്കും എ ഡി എന്ന് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് എ ഡി കർവ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ആഗ്രിഗേറ്റ് സപ്ലൈ, അല്ലെങ്കിൽ നമുക്ക് റിയൽ ജി ഡി പി എന്ന് വിളിക്കാം, അല്ലെ? ആഗ്രിഗേറ്റ് സപ്ലൈ, റിയൽ ജി ഡി പി അല്ലെങ്കിൽ റിയൽ ഔട്ട്പുട്ട് എന്നൊക്കെ അറിയപ്പെടും. എന്താണ് ആഗ്രിഗേറ്റ് സപ്ലൈ? ആഗ്രിഗേറ്റ് സപ്ലൈ റെഫേഴ്സ് ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഫേംസ് in a national economy plan to produce and sell at a given price level during a specific time period. അപ്പോൾ എന്താണ്ട് aggregate supply or real GDP refers to total amount of goods, total amount of goods, മൊത്തം ഗുഡ്സിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് that firms in national economy, നമ്മുടെ നാഷണൽ ഇക്കോണമി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള സ്ഥാപനങ്ങൾ പ്ലാൻ ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെ? ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിശ്ചയിക്കുന്നു. ആൻഡ് സെൽ, ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് ചെയ്യണം? വിറ്റഴിക്കണം. അപ്പോൾ ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനുമായിട്ട് എന്ത്? ഗുഡ്സ് ആൻഡ് സർവീസസ് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം, എത്രത്തോളം വിറ്റഴിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ആര്? നമ്മുടെ രാജ്യത്തെ ഫേംസ്. എപ്പോഴാണ്? അറ്റ് എ ഗിവൺ പ്രൈസ് ലെവൽ ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം പീരീഡ്. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഒരു ഗിവൺ പ്രൈസിൽ, ഒരു നിശ്ചിത വിലയിൽ ഒരു ഇക്കോണമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനും സെയിൽ നടത്താനും ഒരു ഇക്കോണമിക്കകത്തുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്ന അളവിനെ പറയുന്ന പേരാണ് ആഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ റിയൽ ജി ഡി പി. അതായത് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, എത്രത്തോളം സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ആഗ്രിഗേറ്റ് സപ്ലൈ ഓർ റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിലെ ടോട്ടൽ പ്രൊഡക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആഗ്രിഗേറ്റ് സപ്ലൈ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഷോർട്ട് റൺ ആഗ്രിഗേറ്റ് സപ്ലൈ ഉണ്ട്, ലോങ് റൺ ആഗ്രിഗേറ്റ് സപ്ലൈയും ഉണ്ട്. ഷോർട്ട് റൺ ആഗ്രിഗേറ്റ് സപ്ലൈ അതുപോലെ ലോങ് റൺ ആഗ്രിഗേറ്റ് സപ്ലൈ, ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ഷോർട്ട് റൺ? ഇൻ ദ ഷോർട്ട് റൺ എ എസ് കർവ്, നമ്മൾ എ എസ് കർവിൻ്റെ ഷേപ്പ് പറഞ്ഞില്ലല്ലോ. എ എസ് കർവ്, ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് ടിപ്പിക്കലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എ എസ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. എ എസ് കർവ് എന്താണ്ട്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. മീനിങ് ദാറ്റ് ആസ് ദ പ്രൈസ് ലെവൽ റൈസസ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രൈസ് ലെവൽ കൂടുമ്പോൾ ഫേംസ് ആർ വില്ലിങ് ടു സപ്ലൈ മോർ ഔട്ട്പുട്ട്. കാരണം പ്രൈസ് കൂടുമ്പോൾ ഫേംസിനെ സംബന്ധിച്ച് പ്രൈസ് കൂടുന്നതാണ് അവർക്ക് നല്ലത്, അല്ലേ? അവരെ സംബന്ധിച്ച് പ്രൈസ് കൂടുമ്പോൾ അവരെന്താണ്? ഫേംസ് ആർ വില്ലിങ് ടു സപ്ലൈ മോർ ഔട്ട്പുട്ട്. അപ്പോൾ ഇക്കോണമിയിൽ പ്രൈസ് ലെവൽ കൂടുതലാണെങ്കിൽ അവർ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് വൈ എ എസ് കർവ് സ്ലോപ്സ് അപ്വേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എ എസ് കർവ് എങ്ങോട്ട് സ്ലോപ്പ് ചെയ്യുന്നു? അപ്വേർഡായിട്ട് സ്ലോപ്പ് ചെയ്യുന്നു. ഓക്കെ. അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്.
ഇതാണ് AS കർവ്, ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇതാണ് ഷോർട്ട് ടേൺ ആഗ്രിഗേറ്റ് സപ്ലൈ. ഓർക്കുക, ഷോർട്ട് ടേൺ ആഗ്രിഗേറ്റ് സപ്ലൈ എന്താണ്? സ്ലോപ്സ് അപ്വേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അപ്വേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കാരണം എന്താണ്? പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈയും കൂടുന്നു, അതാണ് കാരണം. ഇനി നോക്കി, രണ്ടാമത്തെ ലോങ് റൺ സപ്ലൈ കർവ്. ലോങ് റൺ സപ്ലൈ കർവ് എന്താണ് പ്രത്യേകത? ഇൻ ദ ലോങ് റൺ, ഷോർട്ട് റൺ പോലെയല്ല, ലോങ് റണ്ണിൽ ദ AS കർവ് ഈസ് ഓഫൺ ഡെപിക്റ്റഡ് ആസ് വെർട്ടിക്കൽ. ഓർക്കുക, നോട്ട് ചെയ്യുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. AS കർവ് ഈസ് ഓഫൺ ഡെപിക്റ്റഡ് ആസ് വെർട്ടിക്കൽ. അല്ലേ, എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുന്ന AS കർവ്? വെർട്ടിക്കൽ ആണ്, വെർട്ടിക്കൽ ടു Y ആക്സിസ്, അല്ലെ സോറി, വെർട്ടിക്കൽ ടു X ആക്സിസ് അല്ലെങ്കിൽ പാരലൽ ടു Y ആക്സിസ്. Y ആക്സിന് പാരലൽ ആണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ടു X ആക്സിസ് ആണ്. അപ്പോൾ AS കർവ് ഈസ് ഓഫൺ ഡെപിക്റ്റഡ് ആസ് വെർട്ടിക്കൽ. വെർട്ടിക്കൽ ആണ് ഇവിടെ AS കർവ്. ഷോർട്ട് റണ്ണിൽ എന്താണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്? വെർട്ടിക്കൽ ആണ്. അതെന്തുകൊണ്ടാണ് വെർട്ടിക്കലായി മാറിയത്? ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇക്കോണമീസ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്, ഇക്കോണമിയുടെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫാക്ടേഴ്സ് ലൈക്ക് ടെക്നോളജി, ലേബർ ആൻഡ് ക്യാപിറ്റൽ റാദർ ദാൻ പ്രൈസ് ലെവൽസ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത്? അതായത് AS കർവ് വെർട്ടിക്കലാകാൻ കാരണം ഇക്കോണമീസ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്, ഇക്കോണമിയുടെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്, അതായത് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഉൽപ്പന്നം, ഇക്കോണമിയുടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു എബിലിറ്റി, പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്, എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഔട്ട്പുട്ട്. ആ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിറ്റർമിൻഡ് ബൈ, നിർണ്ണയിക്കുന്നത് ആരാണ്? ഫാക്ടേഴ്സ് ലൈക്ക് ടെക്നോളജി, അതുപോലെ ലേബർ ആൻഡ് ക്യാപിറ്റൽ റാദർ ദാൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവലിനെ കൂടാതെ ഏതൊക്കെ ഫാക്ടേഴ്സ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലേബർ, ക്യാപിറ്റൽ, ഇതൊക്കെ ASനെ ആഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലായിട്ട്. കാര്യം പ്രൈസ് ലെവൽ മാത്രമല്ല, ഷോർട്ട് റണ്ണിലാണ് അഗ്രിഗേറ്റ് സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആര്? പ്രൈസ്. അതുകൊണ്ടാണ് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രൈസും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ആയിട്ട് അതിനെ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്വേർഡ് സ്ലോപ്പിംഗ്, പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ പ്രൈസിനെ കൂടാതെ മറ്റു ചില ഫാക്ടേഴ്സ് കൂടി സപ്ലൈ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ടെക്നോളജി, ലേബർ ആൻഡ് ക്യാപിറ്റൽ റാദർ ദാൻ പ്രൈസ് ലെവൽ. ഏതിനെ കൂടാതെ? പ്രൈസ് ലെവലിനെ കൂടാതെ. ദ വെർട്ടിക്കൽ AS കർവ് ഷോസ് പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വെൻ റിസോഴ്സ് ആർ ഫുള്ളി എംപ്ലോയിഡ്. അപ്പോൾ എന്താണ്ടേ? അപ്പോൾ ദ വെർട്ടിക്കൽ AS കർവ് ഷോസ് ദ പൊട്ടൻഷ്യൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. വെർട്ടിക്കൽ AS കർവ് എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഇക്കോണമിയുടെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്, ഇക്കോണമിയുടെ ആ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. വെൻ റിസോഴ്സ് ആർ ഫുള്ളി എംപ്ലോയിഡ്, നമ്മുടെ റിസോഴ്സ് എല്ലാം പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഔട്ട്പുട്ടിനെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ലോങ് റൺ സപ്ലൈ കർവിലൂടെ. എന്ന് വെച്ചാൽ മാക്സിമം ഔട്ട്പുട്ട് എന്നുവെച്ചാൽ നമുക്കൊരു ഇക്കോണമിയുടെ റിസോഴ്സ് എല്ലാം ഫുള്ളി എംപ്ലോയിഡ് ആണ്. അങ്ങനെ ഒരു ഇക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കാര്യം ഇത് ലോങ് റൺ അല്ലേ, ആ ലോങ് റണ്ണിലെ ഔട്ട്പുട്ടാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അവിടെ കാര്യം ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലാണെന്ന് കൂടി ഓർക്കുക. അതുകൊണ്ടാണ് കാര്യം. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഉൽപ്പാദനം നടത്താൻ പറ്റില്ല. കാരണം റിസോഴ്സ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ലോങ് പീരീഡിൽ നമ്മൾ എല്ലാ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഫലമായിട്ട് നമുക്ക് മാക്സിമം നിലവിലുള്ള സിറ്റുവേഷൻസിൽ മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ലെവലാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഔട്ട്പുട്ട് പോകത്തില്ല. അതാ നോക്ക്, LRIS ലോങ് റൺ സപ്ലൈ കർവ്. ലോങ് റൺ സപ്ലൈ കർവാണ് ഈ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലൈൻ അവിടെ വരുമ്പോൾ എന്താണ്? അതിനപ്പുറത്തേക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്താണ്? ടെക്നോളജിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എങ്കിൽ നിലവിലുള്ള ടെക്നോളജിയും നിലവിലുള്ള ലേബറും നിലവിലുള്ള ക്യാപിറ്റലും പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് ആ ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് അപ്പുറത്തേക്ക് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാര്യം ഫുള്ളി എംപ്ലോയിഡ് ആണ് റിസോഴ്സ്. അപ്പോൾ അതുകൊണ്ടൊരു വെർട്ടിക്കൽ ലൈനാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ദ പോയിന്റ് വെയർ AD ആൻഡ് AS കർവ് ഇന്റർസെക്ട്. ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ലോങ് റൺ സപ്ലൈ കർവും AD കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് AD കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. നമുക്കതിനെ E എന്ന് കൊടുക്കാം, അല്ലേ? E എന്ന് വിളിക്കാം. ആ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ പോയിന്റ് വെയർ AD ആൻഡ് AS കർവ് ഇന്റർസെക്ട് റെപ്രസെന്റ് ഇക്വിലിബ്രിയം. ആ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇക്കോണമി ഇക്വിലിബ്രിയത്തിലാവുന്ന എപ്പോഴാണ്? വെൻ AD ആൻഡ് AS കർവ്സ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ, അല്ലേ?
അപ്പോൾ അവിടെ എന്താണ് ഷോയിങ് ഇക്വിലിബ്രിയം പ്രൈസ് ലെവൽ ആൻഡ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് റിയൽ GDP. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു P1 കൊടുത്തേക്കുന്നുണ്ടല്ലോ, ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസ് ആ AD കർവും AS കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം, ഇക്കോണമിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്, സന്തുലിത ബിന്ദു. അവിടെ നിന്ന് കിട്ടുന്ന പ്രൈസ് ആണ് P1. ആ പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നറിയപ്പെടുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ട് ലെവൽ കണ്ടല്ലോ Y1, അതിന് നമ്മൾ റിയൽ GDP എന്ന് പറയും. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് റിയൽ GDP, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്നോ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്നോ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് റിയൽ GDP എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ലോങ് റൺ ആഗ്രിഗേറ്റ് സപ്ലൈയും ഇക്വിലിബ്രിയവും എന്ന് പറയുന്നത്, സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ബിസിനസ് സൈക്കിളും ആഗ്രിഗേറ്റ് ഡിമാൻഡും തമ്മിൽ എന്താണ് ബന്ധം? നമ്മളിത് ജനറലി ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണെന്ന് പറഞ്ഞു. ഇതിന് ഇവ തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, എക്സ്പാൻഷൻ ആണെങ്കിൽ ഇക്കോണമിയിൽ എക്സ്പാൻഷൻ ആണ്, ബിസിനസ് സൈക്കിളിൽ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചല്ലോ. എക്സ്പാൻഷണറി ഫേസ് ആണ് എങ്കിൽ AD ഇൻക്രീസസ്. ഇക്കോണമിയിൽ ഇപ്പോൾ എക്സ്പാൻഷൻ ആണ്, എക്സ്പാൻഷൻ ആണെങ്കിൽ AD എന്ത് ചെയ്യും? ഇൻക്രീസസ്. ലീഡിങ് ടു ഇക്കണോമിക് ഗ്രോത്ത്. AD കൂടിയാൽ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയാൽ എന്തിലേക്ക് നയിക്കും? അത് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും, സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കും. ലോ അൺഎംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് എന്തായിരിക്കും? അവിടെ ലോ ആയിരിക്കും. ആൻഡ് റൈസിങ് ഇൻകംസ്, ഇൻകം കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാച്ചുറലി നേരത്തെ പറഞ്ഞതാണ് അല്ലേ? AD ഇൻക്രീസസ്, എക്സ്പാൻഷണറി ഫേസിൽ AD കൂടുന്നു, ലീഡിങ് ടു ഇക്കണോമിക് ഗ്രോത്ത്, ലോ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റൈസിങ് ഇൻകംസ്. ഇൻ ദിസ് സ്റ്റേജ് AD ലൈൻ ഷിഫ്റ്റ്സ് റൈറ്റ് ടുവേർഡ്സ്. ഇതാണ് നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻ ദിസ് സ്റ്റേജ് AD ലൈൻ ഷിഫ്റ്റ്സ് റൈറ്റ് ടുവേർഡ്സ്. ഇവിടെ AD ലൈൻ എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. AD ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ എക്സ്പാൻഷണറി ഫേസിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. എക്സ്പാൻഷണറി ഫേസ് ആണെങ്കിൽ AD ലൈൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ്സ് റൈറ്റ് ടുവേർഡ്സ്. എന്ന് വെച്ചാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നു, ഇൻകം കൂടുന്നു. അപ്പോൾ AD ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഷണറി ഫേസിൽ AD ലൈൻ ഷിഫ്റ്റ്സ് റൈറ്റ് ടുവേർഡ്സ്. അപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ, കോൺട്രാക്ഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വരും. ഇനി അതിന് മുമ്പ് ഒരു പീക്ക് സിറ്റുവേഷൻ, എക്സ്പാൻഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് പീക്ക് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ്റെ ഏറ്റവും ടോപ്പ് ലെവലാണ് പീക്ക് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നോക്ക്, AD റീച്ചസ് ഇറ്റ്സ് മാക്സിമം. പീക്കിലാണെങ്കിൽ ആ പോയിന്റ് നോട്ട് ചെയ്തോണം. AD റീച്ചസ് ഇറ്റ്സ് മാക്സിമം. പീക്ക് ലെവലിലാണെങ്കിൽ, പ്രോസ്പെറസ് ലെവലിലാണെങ്കിൽ, നമ്മൾ ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് നോക്കിയേ. ആ പീക്ക് ലെവലിലാണെങ്കിൽ AD റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ആഗ്രിഗേറ്റ് ഡിമാൻഡ് അതിൻ്റെ മാക്സിമത്തിലെത്തി. ആൻഡ് ഇക്കോണമി ഈസ് അറ്റ് ഫുൾ കപ്പാസിറ്റി. ഇക്കോണമി അവിടെ എന്താണ്? ഫുൾ കപ്പാസിറ്റിയിലാണ്, എന്ന് വെച്ചാൽ ഫുൾ എംപ്ലോയ്മെന്റിലാണ്. അവിടെ പിന്നെ AD ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. AD റീച്ചസ് ഇറ്റ്സ് മാക്സിമം, അതിൻ്റെ മാക്സിമത്തിലാണ് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പാൻഷനിലൂടെ കടന്നു വന്നാലേ പീക്കിലെത്തുന്നത്. ആ പീക്കിലെത്തിയപ്പോൾ എന്താണ്? ഇക്കോണമി റീച്ചസ് ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി, അല്ലെങ്കിൽ AD റീച്ചസ് ഇറ്റ്സ് മാക്സിമം. പിന്നീട് ഷിഫ്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, റിസോഴ്സ് ഇല്ല. അതാണ് കാരണം. ഇനി കോൺട്രാക്ഷൻ സമയത്ത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്താണ് കോൺട്രാക്ഷൻ സമയത്ത്? AD ഡിക്രീസസ് അല്ലേ? ഇക്കോണമി കോൺട്രാക്ഷൻ, റിസഷനിൽ നിന്ന് ഡിപ്രഷനിലേക്ക് പോവുകയാണ്. AD ഡിക്രീസസ്, AD കുറയുന്നു. ലീഡിങ് ടു ഇക്കണോമിക് ഡിക്ലൈൻ. AD കുറഞ്ഞാൽ ഇക്കണോമിക് ഡിക്ലൈൻ ഉണ്ടാകും. കാരണം ഇൻവെസ്റ്റ്മെന്റ് കുറയും, ഡിമാൻഡ് കുറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഹൈ അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഫേംസ് ഷട്ട് ഡൗൺ ചെയ്യുന്നു, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു. ആൻഡ് ഫാളിങ് ഇൻകംസ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് നേരെ തിരിച്ച് ഇൻകം കുറയുന്നു. ഇൻ ദിസ് സ്പേസ് AD കർവ് ഷിഫ്റ്റ്സ് ലെഫ്റ്റ് ടുവേർഡ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നു? AD കർവ് ഷിഫ്റ്റ്സ് ലെഫ്റ്റ് ടുവേർഡ്സ്. AD കർവ് എന്ത് ചെയ്യാണ്? ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സ്പാൻഷൻ സമയത്ത് റൈറ്റിലേക്കായിരുന്നു, ഇവിടെ എന്താണ്? AD കർവ് ഇടത്തേക്ക്, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇനി ട്രഫ് അറിയാലോ, ഡിപ്രഷൻ ആണ്, ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. ട്രഫിലാണെങ്കിലോ AD റീച്ചസ് ഇറ്റ്സ് മിനിമം. പീക്കിലാണെങ്കിൽ AD റീച്ചസ് ഇറ്റ്സ് മാക്സിമം ആയിരുന്നു. ഇവിടെ AD റീച്ചസ് ഇറ്റ്സ് മിനിമം, aggregate demand reaches its minimum and the economy is at its lowest point. Economy എവിടെ എത്തുന്നു? അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ എത്തുന്നു. അപ്പോൾ എക്സ്പാൻഷൻ പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കോൺട്രാക്ഷനും പീക്ക് ട്രഫും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡും ബിസിനസ് സൈക്കിളും തമ്മിലുള്ള ബന്ധം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കി, ആഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് ബിസിനസ് സൈക്കിൾ. ഇപ്പോൾ ഡിമാൻഡ് കഴിഞ്ഞു, ആഗ്രിഗേറ്റ് സപ്ലൈ ആൻഡ് ബിസിനസ് സൈക്കിൾ. അപ്പോൾ എക്സ്പാൻഷൻ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നോക്കി, AS കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്. AS കർവ് AD മാറിയിട്ട് നമ്മളെ മനസ്സിലേക്ക് ഏത് വരിക? AS കർവ് വരിക. AS കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്. AS കർവ് എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക്. ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓർത്താൽ മതി. ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റിംഗ് ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. കാരണം AS കർവ് റൈറ്റിലേക്ക്, എക്സ്പാൻഷൻ സമയത്ത് അഗ്രിഗേറ്റ് കാര്യം പ്രൊഡക്ഷൻ കൂടും അല്ലെ? എക്സ്പാൻഷൻ സമയത്ത് ലോങ് റണ്ണിലാണ് നമ്മൾ എന്താ പറയുക പീക്ക് സിറ്റുവേഷനിൽ എത്തി നമ്മൾ വെർട്ടിക്കലാണ് പറഞ്ഞത്, ഷോർട്ട് റൺ വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. AS കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്. കാരണം എക്സ്പാൻഷൻ സമയത്ത് സപ്ലൈ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് വീണ്ടും അല്ലെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.
കാരണം എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എ എസ് കർവ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ടു ദ റൈറ്റ്. ഉൽപ്പാദനം കൂടുന്നു, അതിൻ്റെ ഫലമായിട്ട് എ എസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. പ്രൊഡക്ഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടും. ഇതാണ് എക്സ്പാൻഷൻ സമയത്ത്. ഇനി പീക്കിലാണെങ്കിലോ, പീക്ക് ലെവലിലെത്തുമ്പോൾ എന്താണ് പ്രത്യേകത? എ എസ് കർവ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം ലെവൽ. എ എസ് കർവ് എന്തിലിരുന്നു? അതിൻ്റെ മാക്സിമത്തിലെത്തി. ഇൻഡിക്കേറ്റിംഗ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് റൺ കടന്ന് ലോങ് റണ്ണിലേക്ക് എത്തി. എ എസ് കർവ് അവിടെ എന്ത് വരും? വെർട്ടിക്കലായിട്ട് മാറും. എ എസ് കർവ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം ലെവൽ. അവിടെ എന്താണ്? ഈ അപ്പോഴ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ഷിഫ്റ്റ് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് മാറും. അതാണ് ലോങ് റൺ സപ്ലൈ കർവിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് വരുന്നു, ഇൻഡിക്കേറ്റിംഗ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? പീക്ക് ലെവലിൽ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. കാര്യം ഫുൾ കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഓക്കെ. ഇനി കോൺട്രാക്ഷൻ സമയത്ത് നേരത്തെ പറഞ്ഞു, എക്സ്പാൻഷൻ സമയത്ത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എ എസ് കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. എ എസ് കർവ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. എ എസ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇൻഡിക്കേറ്റിംഗ് എ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ. എന്താണ് സൂചിപ്പിക്കുന്നത്? ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ കുറയുന്നു. അതുപോലെ എന്താണ്? എംപ്ലോയ്മെൻറ്റും പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കുറയുന്ന സിറ്റുവേഷനാണ് കോൺട്രാക്ഷൻ. അതിന് കാരണം എ എസ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി ട്രഫിലാണെങ്കിലോ, ഡിപ്രഷനിലാണെങ്കിലോ, എ എസ് കർവ് റീച്ചസ് ഇറ്റ്സ് മിനിമം ലെവൽ. എ എസ് അതിൻ്റെ മിനിമത്തിലെത്തുന്നു, ഇൻഡിക്കേറ്റിംഗ് ലോ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്. കാരണം എപ്പോഴും ഒരു മിനിമം പ്രൊഡക്ഷൻ നടന്നേ പറ്റൂ, അല്ലെങ്കിൽ ആളുകളൊക്കെ പട്ടിണി കിടന്ന് ചത്തുപോകും. ഒരു മിനിമം പ്രൊഡക്ഷൻ എപ്പോഴും ഏത് ലെവലിൽ വന്നാലും ഒരു മിനിമം പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകും, അല്ലേ? അപ്പോൾ എ എസ് കർവ് റീച്ചസ് ഇറ്റ്സ് മിനിമം ലെവൽ, ഇൻഡിക്കേറ്റിംഗ് ലോ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്. ഇൻഡിക്കേറ്റിംഗ് ലോ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്. കുറഞ്ഞ നിരക്കിലുള്ള എംപ്ലോയ്മെൻറ്റും അതുപോലെ ഔട്ട്പുട്ടുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്താണെന്ന് പഠിച്ചു. ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈക്ക് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തുനിന്ന് മുമ്പ് ചോദിച്ചിട്ടുള്ളതും അതുപോലെ ഇതിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പിന്നെ HSSTക്ക് ചോദിച്ചിട്ടുള്ളത്, HSIക്ക് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നോക്ക്, ഡ്യൂറിങ് റിസഷൻ, അറിയാലോ, റിസഷൻ സമയത്ത്, റിസഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ച അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലേക്ക് വരണം. റിസഷൻ, ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡാഷ് ആൻഡ് ഔട്ട്പുട്ട് ഡാഷ്. റിസഷൻ സമയത്ത് നമ്മൾ എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫാൾസ്, അല്ലേ? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫാൾ ചെയ്യുകയാണോ റൈസ് ചെയ്യുകയാണോ? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റിസഷൻ സമയത്ത് ഓർത്ത് നോക്കിയേ. ഡ്യൂറിങ് റിസഷൻ, മാന്ദ്യമുണ്ടാകുന്ന സമയത്ത് തൊഴിലില്ലായ്മ കൂടുകയാണോ കുറയുകയാണോ? തൊഴിലില്ലായ്മ കൂടുന്നു, അല്ലേ? ഓപ്ഷൻ നോക്ക്. rises, falls, B rises, C falls, rises, D falls. അപ്പോൾ നോക്ക്, ഡ്യൂറിങ് റിസഷൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താണ്? റൈസസ്. ആൻഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫാൾ ചെയ്യുന്നു. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. റൈസസ്, ഫാൾസ്, അല്ലേ? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റൈസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഫാൾ ചെയ്യുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് സൈക്കിൾ? താഴെ തന്നിരിക്കുന്നവയിൽ ബിസിനസ് സൈക്കിളിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ നോക്ക്. ബിസിനസ് സൈക്കിൾസ് ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ഓൺ ദ വെൽ ബീയിങ് ഓഫ് ദ സൊസൈറ്റി. ബിസിനസ് സൈക്കിൾസ് ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ഓഫ് ദ വെൽ ബീയിങ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അത് ഓക്കെയാണ്. ബിസിനസ് സൈക്കിൾസ് ഒക്കർ പീരിയോഡിക്കലി ആൾദോ ദേ ഡു നോട്ട് എക്സിബിറ്റ് ദ സെയിം റെഗുലർലി. അപ്പോൾ ബിസിനസ് സൈക്കിൾസ് ഒക്കർ പീരിയോഡിക്കലി. ബിസിനസ് സൈക്കിൾ എന്താണ്? ഓരോ പീരീഡ്സിലും ഒക്കർ ചെയ്യുന്നുണ്ട്. പീരിയോഡിക്കലായിട്ടാണ് വരുന്നത്. ആൾദോ എന്നിരുന്നാലും ദേ ഡു നോട്ട് എക്സിബിറ്റ് ദ സെയിം റെഗുലർലി. അതെന്താണ്? എന്ത് കാണിക്കുന്നില്ല? സെയിം, അല്ലേ? റെഗുലറായിട്ട് എന്താണ്? സെയിം സിറ്റുവേഷൻ തന്നെ വരുന്നില്ല. ഇനി ബിസിനസ് സൈക്കിൾസ് ഹാവ് യൂണിഫോം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോസസ്. ബിസിനസ് സൈക്കിളിന് ഒരേ സവിശേഷതയും ഒരേ കാരണങ്ങളുമാണ് ഉള്ളത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് ആൻസർ? ഇതിനകത്ത് ബിസിനസ് സൈക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബിസിനസ് സൈക്കിൾ ഹാവ് യൂണിഫോം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോസ്. നമ്മൾ പറഞ്ഞതാണ്. ബിസിനസ് സൈക്കിളിന് ഒരിക്കലും എന്ത് വരില്ല? യൂണിഫോം ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ കാരണങ്ങളും ഉണ്ടാകില്ല. ബാക്കിയുള്ളതെല്ലാം ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ടതാണ്. ബിസിനസ് സൈക്കിൾസ് ഹാവ് സീരിയസ് കോൺസിക്വൻസസ് ഓൺ ദ വെൽ ബീയിങ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ വെൽ ബീയിങ്ങിനെ അത് സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ബി പറഞ്ഞ എന്താണ്?
ബിസിനസ് സൈക്കിൾ ഒക്കർ പീരിയോഡിക്കലി, ഓരോ പീരീഡ് കഴിയുമ്പോഴും ബിസിനസ് സൈക്കിൾ വന്നുകൊണ്ടിരിക്കുക. അത് ഏത് ഫേസ് ആയിക്കോട്ടെ, അത് പീരീഡിൽ ഓരോ പീരീഡ് വൈസാണ് വരുന്നത്. ആൾ ഡു നോട്ട് എക്സിബിറ്റ് ദ സെയിം റെഗുലർലി. അതായത് ഇത് എന്താണ്, സെയിം ആയിട്ട് വരണമെന്നില്ല. സെയിം ഇപ്പോൾ പീക്ക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് റിസഷൻ കഴിഞ്ഞിട്ട് ഡിപ്രഷൻ, അതിങ്ങനെ കറക്റ്റ് എന്താണ് ആ ഓർഡറിൽ വരണമെന്നില്ല. സെയിമായിട്ട് റെഗുലറായിട്ട് സെയിമായിട്ട് വരണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളെ ഈ പിന്നെന്താണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ റിസഷനാണ്. അടുത്ത വർഷം അതേ മാസം എന്താണ് സെയിമായിട്ട് തന്നെ റിസഷൻ വരണമെന്ന് ഇല്ല. മൂന്നാമത്തെ പോയിന്റ്, ബിസിനസ് സൈക്കിൾസ് ഹാവ് യൂണിഫോം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരിക്കലും ബിസിനസ് സൈക്കിൾ എന്ത് വരില്ല, യൂണിഫോം ക്യാരക്ടറിസ്റ്റിക്സ് വരികയില്ല. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? എ, ദ ബിസിനസ് സൈക്കിൾ ലാർജ്ലി അഫക്റ്റ് അഗ്രികൾച്ചർ സെക്ടർ. ബിസിനസ് സൈക്കിൾ അഗ്രികൾച്ചർ സെക്ടറിനെ വലിയ തോതിൽ ബാധിക്കുന്നു. ബി, ദ ബിസിനസ് സൈക്കിൾ ലാർജ്ലി അഫക്ട്സ് ദ സ്മോൾ എംപ്ലോയീസ്. ചെറുകിട തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. സി, ദ ബിസിനസ് സൈക്കിൾ അഫക്ട്സ് ലോ വേജ് വർക്കേഴ്സ്. ബിസിനസ് സൈക്കിൾ ലോ വേജ് വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്നു. ഡി എന്താണ്? ദ ബിസിനസ് സൈക്കിൾ ജനറലി അഫക്ട്സ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി ബട്ട് ബിസിനസ് സെക്ടർ ഇൻ പർട്ടിക്കുലർ. ഏതാണ് ആൻസർ? ദ ബിസിനസ് സൈക്കിൾ ജനറലി അഫക്ട്സ് ഓൾ സെക്ടേഴ്സ്. അല്ലെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിനെ മാത്രമല്ല ബിസിനസ് സൈക്കിൾ ബാധിക്കുന്നത്, എല്ലാ സെക്ടേഴ്സിനെയും ബാധിക്കുന്നുണ്ട്. ബട്ട് ബിസിനസ് സെക്ടർ ഇൻ പർട്ടിക്കുലർ, പ്രത്യേകിച്ച് ഏത് സെക്ടറിനെയാണ്? ബിസിനസ് സെക്ടറിനെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്ക്, സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നോക്കിയേ. എക്സ്പാൻഷൻ, ബൂം, അപ്സിങ്, ട്രഫ്. ഏതാണ്ട് എക്സ്പാൻഷൻ, ബൂം, അപ്സിങ് ഇതൊക്കെ എന്താണ്? ഒരുമിച്ച് വരുന്നതാണ്. എക്സ്പാൻഷൻ, ബൂം, അപ്സിങ് ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ്. ഇതിനകത്ത് ബന്ധമില്ലാത്ത ഏതാണ്? ട്രഫ് ആണ്. ഇത് എന്തിൻ്റെ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇത് നോക്ക്, ഈ 4 ഓപ്ഷൻസിൽ എക്സ്പാൻഷനും ബൂമും അപ്സിങ്ങും ഒരുമിച്ച് വരുന്നതാണ്. കാരണം അത് അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. പക്ഷേ ട്രഫ് എന്താണ്? ഡൗൺവേർഡ്സ് ആണ്. അല്ലേ, ഡൗൺവേർഡ് ആണ് പോകുന്നത്. ഇക്കോണമിയിലെ ഡിപ്രഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ടത് ഏതാണ്? ട്രഫാണ് ഓഡ് വൺ ഔട്ട്. അടുത്ത നോക്ക്, പീക്സ് ആൻഡ് ട്രഫ്സ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ ആർ നോൺ കളക്റ്റീവ്ലി ആസ്. പീക്കിനെയും ട്രഫിനെയും പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? പീക്ക് എന്ന് വെച്ചാൽ എന്താ? ടോപ്പ് മോസ്റ്റ് ലെവലും, ഇതെന്താണ്? ഏറ്റവും ലോവസ്റ്റ് ലെവലുമാണ് ട്രഫ്. വോളറ്റിലിറ്റി, ടേണിംഗ് പോയിന്റ്സ്, ഇക്വിലിബ്രിയം പോയിന്റ്സ്, റെഡ് ബിസിനസ് ഈവൻസ്. എന്താണ് ഈ പീക്കിനെയും ട്രഫിനെയും പൊതുവെ അറിയപ്പെടുന്നത്? എന്താണ്ടേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പർ ടേണിംഗ് പോയിന്റും ലോവർ ടേണിംഗ് പോയിന്റ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പീക്ക് എന്ന് പറയുന്നതാണ് ടേണിംഗ് പോയിന്റ്സ് ആണ്. പീക്ക് എന്താണ്? പീക്കും അതുപോലെ ട്രഫും എന്താണ്? ടേണിംഗ് പോയിന്റ്സ് ആണ്. കാരണം പീക്കിൽ നിന്ന് ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ, അടുത്ത എന്ത് റിസഷനിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം അതിന് മുകളിലേക്ക് പോകില്ല. പീക്ക് കഴിഞ്ഞ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എന്തിലേക്ക് വരുന്നു? റിസഷനിലേക്ക് വരുന്നു. ഇനി റിസഷൻ കഴിഞ്ഞ് എന്തിലേക്ക് വരുന്നു? ഡിപ്രഷൻ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എന്തിലേക്ക്? ഡിപ്രഷന് താഴേക്ക് ഒരിക്കലും പോകില്ല, പിന്നെ റിക്കവറിയാണ്. അപ്പോൾ അത് പീക്കും ട്രഫും എന്താണ്? ടേണിംഗ് പോയിന്റ്സ് ആണ്. ഇക്കോണമിയിലെ ടേണിംഗ് പോയിന്റുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ റിസഷനെയും അതുപോലെ എന്താണ് റിവൈവലിനെയും അപ്പർ ടേണിംഗ് പോയിന്റ്, ലോവർ ടേണിംഗ് പോയിന്റ് എന്നും പറഞ്ഞിരുന്നു. അത് ആ അർത്ഥത്തിലല്ല. റിസഷൻ എന്ന് പറയുന്നത് പിന്നെ എന്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്? ഡിപ്രഷനിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്, അത് അപ്പർ ടേണിംഗ് പോയിന്റ് ആണ്. അതുപോലെ പിന്നെ റിക്കവറി എന്ന് പറയുന്നത് എന്താണ്? ലോവർ ടേണിംഗ് പോയിന്റ് ആണ്. അത് കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? പീക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അത് അപ്പർ ലോവർ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. പീക്സ്, ട്രഫ് എന്താണ്? ഒരു ടേണിംഗ് പോയിന്റുകൾ. കാരണം പീക്കിനപ്പുറത്തേക്കും ട്രഫിനപ്പുറത്തേക്കും പോവുകയില്ല. നോക്ക്, ഡാഷ് ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ മാർക്സ് ദ എൻഡ് ഓഫ് പെസിമിസം ആൻഡ് ബിഗിനിങ് ഓഫ് ഒപ്റ്റിമിസം. ഡാഷ് ഫേസ് ഓഫ് ബിസിനസ് സൈക്കിളിന്റെ ഏത് ഘട്ടമാണ് മാർക്സ് ദ എൻഡ് ഓഫ് പെസിമിസം അവസാനിക്കുന്നത്, ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഒപ്റ്റിമിസം? അതായത് അശുഭാപ്തി വിശ്വാസം ഇല്ലാതാവുകയും ശുഭാപ്തി വിശ്വാസത്തിലേക്ക് ഇക്കോണമിയെ നയിക്കുകയും ചെയ്യുന്നത് ഏത് ഘട്ടമാണ്? എന്നാലോചിച്ച് നോക്കി. ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴൊക്കെ എന്താണ്? റിസഷൻ ഉണ്ടാകുമ്പോൾ, ഡിപ്രഷനൊക്കെ ഉണ്ടാകുമ്പോൾ പെസിമിസമാണ്. ആ പെസിമിസം അവസാനിച്ച് ഇക്കോണമി ഒപ്റ്റിമിസത്തിലേക്ക് പോകുന്ന ഘട്ടം ഏതാണ്? റിക്കവറി, ഡിപ്രഷൻ, ആപ്സിങ്, ഡൗൺസിങ്. ഏത് സ്റ്റേജാണ്? റിക്കവറിയാണ് ആൻസർ. റിക്കവറി വരുമ്പോൾ എന്താണ്? ഇക്കോണമി റിക്കവേർഡ് ചെയ്യും അല്ലേ, റിവ്യൂ ചെയ്ത് അല്ലേ, റിക്കവേർഡ് ചെയ്ത് പോകുമ്പോഴെന്താണ്? അവിടെ ബിസിനസ്സുകാർക്ക്, കൺസ്യൂമേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് എന്താണ്? ഒരു ഒപ്റ്റിമിസമാണ്. ഇക്കോണമി വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക്, പീക്കിലേക്ക് പോകുന്നു. അപ്പോൾ റിക്കവറിയാണ് ഒപ്റ്റിമിസം. പെസിമിസം മാറി ഒപ്റ്റിമിസത്തിലേക്ക് നയിക്കുന്ന ഘട്ടം. ഇനി ദ ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ റിസഷൻ ആൻഡ് ഡിപ്രഷൻ ഈസ് കാൾഡ്.
ദ ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് റിസഷൻ ആൻഡ് ഡിപ്രഷൻ. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഏതിൻ്റെ ഫലമായിട്ട്, റിസഷൻ്റെ ഫലമായിട്ടും ഡിപ്രഷൻ്റെ ഫലമായിട്ടും ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ എന്തെന്ന് പറയുന്നു? നമ്മൾ പറഞ്ഞു ബിസിനസ് സൈക്കിളിൻ്റെ ഭാഗങ്ങളാണ് റിസഷനും അതുപോലെ ഡിപ്രഷനും. അപ്പോൾ ആ ബിസിനസ് സൈക്കിളിലൂടെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് എന്തെന്നാണ് പറയുന്നത്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണോ, സ്ട്രക്ചറലാണോ, സൈക്ലിക്കലാണോ, നോർമൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്? ഏതാണ്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. കാരണം ബിസിനസ് സൈക്കിളാണ് ഇതിന് കാരണം. അടുത്ത് നോക്ക്, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ജനറലി ത്രൂ ദ റേറ്റ് ഓഫ്. അപ്പോൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാൻ കാരണം എന്ത്? അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ജനറലി തോട്ട് ഓഫ് ഇതിൻ്റെ ഫലമായിട്ടാണ്? ഓപ്ഷൻ എ, റേഷ്യോ ഓഫ് ദ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ടു ദ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അപ്പോൾ ഏതിൻ്റെ ചേഞ്ച് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ദ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ടു ദ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, സം ഓഫ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്, സം ഓഫ് ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്, സം ഓഫ് ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞിരുന്നു, NRU അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? ജനറലി പൊതുവെ അറിയപ്പെടുന്ന എന്താണ്? ഇതിൽ ഈ ഓപ്ഷനിൽ ഏതാണ്ട് ആൻസർ നമ്മൾ പറഞ്ഞു, ആ റേഷ്യോ ഓഫ് ദ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റും റേറ്റും സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും തമ്മിലുള്ള റേഷ്യോ ആണോ? സം ഓഫ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണോ? സം ഓഫ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണോ? അതോ സം ഓഫ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണോ? ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സം ഓഫ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഏതിൻ്റെയൊക്കെ തുകയാണ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും സ്ട്രക്ചറൽ അതിനകത്ത് ഒന്നുകൂടിയുണ്ട് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിൻ്റെ തുകയാണ് എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. When too many funds are hunting down too few goods, the probable results of inflation is recognized as. അതായത് when too many funds are hunting down to few goods, അതായത് ധാരാളം ഫണ്ട് ഉപയോഗിച്ച്, ധാരാളം പണം ഉപയോഗിച്ച്, ഹണ്ടിങ് ഡൗൺ ടു ഫ്യൂ ഗുഡ്സ്, ധാരാളം സാധനങ്ങൾ, അതായത് ധാരാളം ഫണ്ട് ഉപയോഗിച്ച്, വളരെയധികം തുക ഉപയോഗിച്ച് വളരെയധികം ഗുഡ്സ് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബബിൾ റിസൾട്ട്സ് ഓഫ് ദ ഇൻഫ്ലേഷൻ റെക്കഗ്നൈസ്ഡ് ആസ്, അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഡീഫ്ലേഷൻ ആണോ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണോ, സ്റ്റാഗ്ഫ്ലേഷൻ ആണോ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണോ? ഇവിടെ എന്തിനെ കുറിച്ചാണ്? വളരെയധികം ഫണ്ട് ഉപയോഗിച്ച് ടു മെനി ഫണ്ട്സ് ഉപയോഗിച്ച് ടു ഫ്യൂ ഗുഡ്സ് വാങ്ങുന്നു എന്ന് വെച്ചാൽ എന്താ? വളരെയധികം തുക ഉപയോഗിച്ച് സാധനങ്ങൾ കൂടുതൽ മേടിക്കുന്നു. അപ്പോൾ ഡിമാൻഡിനെ കുറിച്ചല്ലേ പറയുന്നത്? അവിടെ ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ നമ്മൾ പഠിച്ചു. ഡിമാൻഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഏതാണ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഏതാണ്ട് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അടുത്ത നോക്ക്, once inflation is an outcome of a rise in the value of production factors, the outcome is, once inflation is an outcome of rise in the value of production factorsന്റെ വാല്യൂ അല്ലേ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ. once the inflation is an outcome of the rise in the value of production factors എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിന്റെ വാല്യൂ ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഏതാണ്? ആൻസർ കാണുമല്ലോ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ട്, സ്റ്റാഗ്ഫ്ലേഷൻ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, ഡീവാല്യൂഷൻ. ഏതാണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചു, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് അനദർ നെയിം ഓഫ് പൊട്ടൻഷ്യൽ GDP. ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ GDPയുടെ മറ്റൊരു പേരാണ്. പൊട്ടൻഷ്യൽ GDP ഇൻക്രീസ് ആസ് പ്രൈസ് ലെവൽ ഇൻക്രീസ്. പ്രൈസ് ലെവൽ കൂടുമ്പോൾ പൊട്ടൻഷ്യൽ GDP കൂടുന്നു. അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ആഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു പൊട്ടൻഷ്യൽ GDP. അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ ആഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ പൊട്ടൻഷ്യൽ GDP. ആഗ്രിഗേറ്റ് സപ്ലൈയും പൊട്ടൻഷ്യൽ GDPയും ഈക്വൽ ആയിട്ട് വരുന്നു. പൊട്ടൻഷ്യൽ GDP ഡിക്രീസസ് ആസ് ദ പ്രൈസ് ലെവൽ ഇൻക്രീസസ്. പ്രൈസ് ലെവൽ കൂടുമ്പോൾ പൊട്ടൻഷ്യൽ GDP കുറയുന്നു. പ്രൈസ് ലെവൽ ഡിക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ GDP ഡിക്രീസസ്, പ്രൈസ് ലെവൽ ഇൻക്രീസ്. പ്രൈസ് ലെവൽ കൂടുന്ന സമയത്ത് പൊട്ടൻഷ്യൽ GDP കുറയുന്നു. ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ ആഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു പൊട്ടൻഷ്യൽ GDP. ആഗ്രിഗേറ്റ് സപ്ലൈ എന്തിന് തുല്യമായിട്ട് വരുന്നു? പൊട്ടൻഷ്യൽ GDPക്ക് തുല്യമായിട്ട് വരുന്നു. ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ആഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു പൊട്ടൻഷ്യൽ GDP. ആഗ്രിഗേറ്റ് സപ്ലൈയും പൊട്ടൻഷ്യൽ GDPയും അവിടെ എന്താണ്? ഈക്വൽ ആയിട്ട് വരുന്നു. ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.
ഡ്യൂറിങ് റിസഷൻ എ ഡി കർവ് ഷിഫ്റ്റ് ടു, റിസഷൻ സമയത്ത് എ ഡി കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റ് വേർഡ്സ്, ലെഫ്റ്റ് വേർഡ്സ്, കോൺസ്റ്റന്റ് ഓർ അപ്വേർഡ്സ്? റിസഷൻ ആണ്. റിസഷൻ സമയത്ത് എ ഡി കർവ് ഡിമാൻഡ് കുറയുകയാണ്. അപ്പോൾ എ ഡി കർവ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്സ്, ഇടതുവശത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് പറയുന്നത്. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.